കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കാൻ, നമ്മെ ശക്തിപ്പെടുത്താൻ, കൃപകൾ കൊണ്ട് നിറയ്ക്കാൻ, വരദാന ഫലങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉജ്ജ്വലിക്കപ്പെടുവാൻ ഈ ദിവസം പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും വഴി നടത്താൻ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുക്കാൻ, കുടുംബങ്ങൾ വിശുദ്ധിയുടെ ഭവനങ്ങളായി മാറാൻ, ദൈവാനുഗ്രഹത്തിന്റെ കൃപയുടെ ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപാന്തരം പ്രാപിക്കാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ വിമല ഹൃദയത്തിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശ്യയുടമേ ആമേൻ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, ഭാവിയിലായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശ്യയുടമേ ആമേൻ. ലൂക്കാസ് സുവിശേഷം 1:46 മുതലുള്ള വചനങ്ങൾ നമുക്ക് നിന്നുകൊണ്ട് ശ്രമിക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഏറ്റു പറയാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. ഈശോമിശിഹായുടെ സ്വകലീയ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാം. അടുത്തിരിക്കുന്നവർക്ക് സ്തുതി പറയാം. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞേ അടുത്തിരിക്കുന്നവരോട്. ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞേ.
ഇടതും വലതിരിക്കുന്നവർ നോക്കിയിട്ട് പറഞ്ഞു, ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞേ, ഈശോ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ പോരെന്നാ തോന്നുന്നു കേട്ടോ. ബൈബിളില് ഈശോ തന്നെ പറഞ്ഞൊരു വചനമുണ്ട്, നീ അളക്കുന്ന അളവ് കൊണ്ട് നിനക്കും അളന്നു കിട്ടും. അപ്പൊ നീ എങ്ങനെ അളന്ന അങ്ങനെ തന്നെയായിരിക്കും അളന്നു കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നീ കൂടുതൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എങ്ങനെ പറയണം? സ്ട്രോങ് ആയിട്ട് പറയണോ? അടുത്തിരിക്കുന്നവരുടെ കയ്യെ പിടിച്ചുകൊണ്ടൊന്ന് പറഞ്ഞേ, ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരദേന് മൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമാണോ? ഇവിടെ വരുമ്പോൾ സ്വർഗത്തിന്റെ അടുത്തെത്തിയതുപോലെ തോന്നുകയാണ്. കാരണം ഇത് ഈ പരിസരത്തെ ഏറ്റവും വലിയ ഒരു സ്ഥലമാണ് എന്ന് എനിക്ക് ഇവിടെ കയറി വന്നപ്പോൾ മനസ്സിലായി. അങ്ങോട്ട് നോക്കിയപ്പോൾ വലിയ ഗർത്തങ്ങളും വലിയ താഴ്വാരകളൊക്കെ കണ്ടു. അപ്പൊ ഞാനിത് ചോദിച്ചു, ഏറ്റവും വലിയ മലയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ല സ്വർഗത്തിലേക്കെന്നാ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ചേട്ടൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സ്ഥലമാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സ്വർഗത്തിലേക്ക് പോകാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാന്ന് പറഞ്ഞു. രണ്ടു അർത്ഥത്തിലും അധികം ദൂരം അങ്ങോട്ടില്ല. ഇവിടുന്ന് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എവിടെ എത്തിയിരിക്കണം? സ്വർഗത്തിൽ എത്തിയിരിക്കണം. ഇവിടെ ശുശ്രൂഷയിൽ വരുമ്പോൾ ഞാനിവിടെ വരുമ്പോൾ രഞ്ജിത്തച്ഛനെ കണ്ടു. രഞ്ജിത്തച്ഛൻ കാലിനൊരു ഫ്രാക്ചറൊക്കെ ആയിട്ട് ഇരിക്കാന്ന് അറിയാൻ മേലെ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇന്ന് മഴയാണ്, അതുകൊണ്ട് നിറച്ചൊന്നും ആൾക്കാർ കാണിയല്ല, കുറച്ച് ആൾക്കാരെ കാണുകയുള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് അച്ഛൻ വിഷമം വിചാരിച്ചേക്കരുതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഒരു വിഷമവും ഇല്ല എന്ന് പറഞ്ഞു. ഒരു വിഷമമില്ല, ആൾക്കാർ കുറവായെങ്കിലും ഒരു വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. കാരണം ഞാൻ ഒരാൾക്ക് ധ്യാനിപ്പിച്ച ഒരാളാണ്. ഹല്ലേലൂയ. ഒരാൾക്ക് ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഈ കോവിഡ് കാലഘട്ടം വന്നപ്പോൾ, പ്രത്യേകിച്ചും എങ്ങനെയാണെന്നറിയാമോ, കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ഓൺലൈനിൽ ധ്യാനങ്ങൾ ഒത്തിരി നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ക്യാമറയെ നോക്കി നിന്നിട്ടാ പറയുന്നത്, അടച്ചിട്ട മുറിയില്. അതുപോലെ ഞാൻ ഷക്കീന TV പോയി പല പ്രാവശ്യം ഈ ഓൺലൈൻ ധ്യാനങ്ങൾ നടത്താൻ പോയി. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല. ഈ പാട്ടുകാരൻ സൈഡിൽ കാണും, വേറെ ചില ക്യാമറമാൻ കാണും. അവർ ഓൺ വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാമറമാൻ അവിടെ ഇരിക്കുകയോ മാറി നിൽക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആരെയും കാണാറില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കോവിഡ് ഏതാണ്ടോ മൂത്തൊക്കെ ഇരിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങളുടെ രൂപതയിൽ ഒരു സഹായമെത്രാൻ ഉണ്ടായി. ഞാൻ പാലക്കാട് രൂപതക്കാരനാണ്, മലമ്പുഴയിലാണ് രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടർ. അപ്പൊ ഞങ്ങളുടെ രൂപതയില് ഈ കോവിഡ് ഒന്ന് റിലാക്സ് ചെയ്ത് 5 പേർക്കൊക്കെ പള്ളിയിൽ കൂടാവുന്ന സമയത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾക്ക് സഹായമെത്രാനുണ്ടായി. ആ സഹായമെത്രാന്റെ പേരാണ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. പിതാവ് സഹായമെത്രാൻ ഇപ്പം ഞങ്ങളുടെ രൂപത അധ്യക്ഷനാണ്. മനത്തോടത്ത് പിതാവ് മാറി കഴിഞ്ഞപ്പം. അപ്പൊ ഈ പിതാവിനെ മെത്രാനായിട്ട് നിയോഗിച്ചു കഴിഞ്ഞപ്പോൾ മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു 4 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് പിതാവ് എന്നോട് പറഞ്ഞു, നമുക്ക് ഈ രൂപത കരിസ്മാറ്റിക്കിന് വേണ്ടിയിട്ട് ഒരു സെന്റർ ഉണ്ട് മലമ്പുഴയില്, പഴയ പ്രീസ്റ്റ് ഹോമാണ്. ആ സെന്റർ ഇപ്പൊ രൂപത കരിസ്മാറ്റിക് പ്രവർത്തനമാണ്. അവിടെ ചെറിയ ധ്യാനങ്ങളൊക്കെ ഇങ്ങനെ താമസിയൊക്കെ നടക്കുന്നുണ്ട്. നിത്യാരാധനയുണ്ട്. 2018 മുതൽ ഈ സ്ഥലം കിട്ടിയതാണ്. ഇപ്പൊ പിതാവ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ വന്നിരുന്ന് മെത്രാൻ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ഒരു 3 ദിവസം പ്രാർത്ഥിക്കാൻ വരട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി. വലിയ വലിയ സെന്ററുകൾ ഒത്തിരി സ്ഥലത്ത് ഞങ്ങളുടെ രൂപതത്തിനുള്ളപ്പം ഈ ചെറിയ ഒരു സ്ഥലത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, വന്നോളാൻ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. അതിലൊന്നും എനിക്ക് കുഴപ്പമുണ്ടായില്ല. പിതാവ് അങ്ങനെ, ഞാൻ രാവിലെ അധികം ആൾക്കാരൊന്നും ഇല്ല, അപ്പൊ പിതാവ് വരുന്നോണ്ട് നല്ല ഭക്ഷണം എന്തെങ്കിലും കൊടുക്കണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓടിച്ചാടി. പെട്ടെന്ന് നല്ല മുറിയൊന്നും ഇല്ല. രാത്രി ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമാണ് വിളിക്കുന്നത്. അപ്പൊ മുറിയൊക്കെ ക്രമപ്പെടുത്തി അതെല്ലാം കഴിഞ്ഞ് രാവിലെ എന്തെങ്കിലും നല്ലൊരു ഭക്ഷണം കൊടുക്കണ്ടേ, മാർക്കറ്റിലൊക്കെ പോയി മേടിച്ച് അങ്ങനെ പിതാവ് വരുന്നതിന് മുമ്പ് എത്തി. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വന്ന് പിതാവ് വണ്ടിയെന്നിറങ്ങി ബിൽഡിങ്ങിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്തെങ്കിലും ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അതല്ല, ഞാൻ ഇവിടെ 3 ദിവസം പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ എന്നെ ധ്യാനിപ്പിക്കണം, അത് അച്ഛൻ നടത്തി തരണം എന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ധ്യാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മെത്രാനാകാൻ പോകുന്ന ആളെയും അത് ഒരാളെ എങ്ങനെ ധ്യാനിപ്പിക്കുന്നെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, അത് ഞാൻ വേണോന്ന് ചോദിച്ചു. അത് വേണമെങ്കിൽ അടുത്തൊരു MCBS ആശ്രമമുണ്ട്, അവിടെ ഒരു 6-7 അച്ഛന്മാരുണ്ട്. അതിലെ സുപ്പീരിയർ അച്ഛനെ വിളിക്കാം, അസിസ്റ്റന്റിനെ വിളിക്കാം, ആര് വേണേലും വിളിക്കാം. എല്ലാവരും നല്ല പ്രഗത്ഭരായി ധ്യാനഗുരുവാന്ന് പറഞ്ഞു.
അപ്പൊ പിതാവ് എന്നോട് പറഞ്ഞു അത് പറ്റില്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെല്ലുന്ന സ്ഥലത്തെ അച്ഛനോട് എന്നെ ധ്യാനിപ്പിക്കണം എന്ന് പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഒഴികഴിവ് പറഞ്ഞു നോക്കി, പക്ഷെ പറ്റിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അവസാനം പിതാവ് എന്നോട് പറഞ്ഞു അച്ഛൻ തന്നെ എനിക്ക് ധ്യാനം നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാൾക്ക് ധ്യാനം നടത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പിതാവ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പിതാവ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആള് കുറഞ്ഞാലും എനിക്കതൊരു വിഷയമാണോ? എനിക്കൊരു വിഷയമല്ല. അപ്പൊ അച്ഛനോട് ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങളോട് പറയുമ്പോ അച്ഛൻ കേട്ടോളൂ എന്നറിയാം, അവിടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് പിന്നീട് ഞാൻ നോക്കുമ്പോണ്ടല്ലോ, പിന്നീട് ഒരു കോൺഗ്രിഗേഷൻകാരുണ്ട്. ആ കോൺഗ്രിഗേഷൻ ഈ നോർത്ത് ഇന്ത്യയിലുള്ള അച്ഛന്മാരെ മിഷണറീസ് ഓഫ് ഫെയ്ത്ത്, അവിടെ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പിള്ളേര് വരും. അപ്പൊ ഇങ്ങനെ ചിലപ്പം ഒരാള് 2 പേര് 3 പേര് എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അന്നേരം ഒരാൾക്ക് ഇംഗ്ലീഷ് ധ്യാനം നടത്താമെന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് വരും. അപ്പം എനിക്ക് മെത്രാനച്ഛനെ ധ്യാനം നടത്താനുള്ള പരിചയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറയാം. അപ്പൊ ഒരാള് 2 പേര്, പിന്നെ എണ്ണം കൂടിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് അച്ഛൻ പറഞ്ഞ ആശങ്ക അച്ഛന് ഒരു കാര്യവശാലും ഉണ്ടാകേണ്ട ആവശ്യമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എത്ര പേരുണ്ടെങ്കിലും, ഒരാളോ അതിലധികം എത്ര പേരുണ്ടെങ്കിലും ശരി, ധ്യാനം നടത്തുന്നതിൽ വലിയ കുഴപ്പമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, വരതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്നെ കാണാൻ വേണ്ടി നമ്മുടെ സെന്ററിൽ ഒരു പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട ഒരു സഹോദരൻ വന്നു. അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് എന്നാണ്. ലൂയിസ് അദ്ദേഹം ആലപ്പുഴക്കാരനാണ്. അദ്ദേഹത്തിന് 2 ഫാക്ടറി ഉള്ള ഒരു 37 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ഒന്ന് പാലക്കാട് കഞ്ചിക്കോട് ഫാക്ടറി ഉണ്ട്, ഒന്ന് ആലപ്പുഴയുണ്ട്. അദ്ദേഹത്തിന്റെ ഫാക്ടറി എന്ന് പറയുന്നത് ഈ ചാക്കുണ്ടാക്കുന്ന ഫാക്ടറിയാണ്. ഈ ഗ്രനൂൾസുകള് അതിങ്ങനെ നല്ല ടെമ്പറേച്ചർ ചൂടാക്കി ലിക്വിഡാക്കി അത് കഴിഞ്ഞത് നൂലാക്കി അത് വീവ് ചെയ്ത് ചാക്കാക്കി സിമെന്റിയാക്ക് മുതൽ 1000 കിലോ വരെയുള്ള ചാക്കെല്ലാം ഉണ്ടാക്കുന്നു. അങ്ങനെ വിദേശത്തേക്ക് അയക്കുന്ന ഒരു സഹോദരനാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഈ സഹോദരന് ഒരു പ്രത്യേകമായ ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു ആവശ്യത്തിന് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കോവിഡ് കാലമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജില്ല വിട്ട് വണ്ടിയൊക്കെ ഓടുന്ന സമയം. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്നെന്താ അപ്പോയിന്റ്മെന്റ് എന്താ, എല്ലാ ദിവസവും 2 മണിക്കൂർ ഓൺലൈൻ ധ്യാനമുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പുറത്തു പോകുന്ന പരിപാടിയൊന്നുമില്ല, അതുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3:30 സമയത്ത് ഈ ചേട്ടൻ വന്നു, ഈ ചെറുപ്പക്കാരൻ വന്നു. ഈ ചെറുപ്പക്കാരൻ വലിയ വില കൂടിയ വണ്ടിക്കൊക്കെയാണ് വരുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് 3:30 സമയം, നല്ല ചൂടുകാലം. ഞാൻ ഈ മനുഷ്യന് അവിടെ നല്ല മാങ്ങയൊക്കെ ഉണ്ട്, മാങ്ങ ജ്യൂസ് കൊടുത്തു. അപ്പൊ പറഞ്ഞു അത് കുടിക്കാൻ പറ്റില്ല, അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ നന്നായിട്ട് സർവത്ത് ഇങ്ങനെ വേണോന്ന് ചോദിച്ചു, അത് വേണ്ടെന്ന് പറഞ്ഞു. നാരങ്ങ വെള്ളം വേണോന്ന് ചോദിച്ചു, അതും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്താ ചേട്ടൻ കുടിക്കുന്നതെന്ന് ചോദിച്ചു. എന്റെ പ്രശ്നം ഇതാ, എനിക്കൊന്നും തിന്നാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, ഇതാണ് എന്റെ രോഗം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെ ആ രോഗം എന്താന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു എന്ത് തിന്നാലും എന്ത് കുടിച്ചാലും അപ്പോൾ തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നും, അങ്ങനെയാണുള്ളൊരു രോഗം. അപ്പൊ അതിന്റെ പേര് അദ്ദേഹം പറഞ്ഞത് അൾസർ കൊളൈറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അൾസർ കൊളൈറ്റീസ്? ഞാൻ അൾസറിന് കേട്ടിട്ടുണ്ട്, ഈ കൊളൈറ്റീസ് കൂട്ടിച്ചേർത്ത രോഗത്തെ കുറിച്ച് കേട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഈ രോഗമാണ്, ഈ രോഗത്തിന് ഇദ്ദേഹം പറയാം വൈദ്യശാസ്ത്രത്തിൽ സൗഖ്യമില്ല എന്നാ പറഞ്ഞത്. വൈദ്യശാസ്ത്രത്തിൽ സൗഖ്യമില്ല. ഇദ്ദേഹം പല ആശുപത്രികളിൽ ചികിത്സിച്ചു. അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പിന്നീട് ചികിത്സിച്ച അവസാനം ചികിത്സകളൊന്നും ഇവിടുത്തെ ഏക്കാതെ വന്നപ്പോൾ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി. വലിയൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെ വളരെ സീനിയറായ ഏതാണ്ടൊരു അവിടെ വലിയൊരു ആശുപത്രി വളരെ സീനിയേഴ്സായ ഡോക്ടർമാരുണ്ട്, പ്രായമായത് 44 വർഷം ഈ ഫീൽഡിൽ ചികിത്സിക്കുന്ന പ്രായമായ ഒരു ഡോക്ടർ പറഞ്ഞു ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതിന് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു നീ മരുന്ന് കഴിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറഞ്ഞു. മരുന്ന് കഴിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന? നീ മരുന്ന് കഴിച്ചോണം, നിനക്ക് ഭക്ഷണം വേണേ കഴിച്ചോണം, നീ എന്നിട്ട് അത്യാവശ്യം ടോയ്ലറ്റിൽ പോണേ പൊക്കോണം. ഇതാണ് പുള്ളി പറഞ്ഞു കൊടുത്ത അവസാനം പറഞ്ഞത്. ഇനി വേറൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്ത സാഹചര്യത്തിൽ ഇവനാണെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വലിയ പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു വീട്ടിൽ 10-40 പശുവും എരുമയൊക്കെ ഉണ്ട്, ഒരു തുള്ളി പാല് കഴിക്കാൻ പറ്റില്ല,
തൈര് കഴിക്കാൻ പറ്റില്ല, വെണ്ണ കഴിക്കാൻ പറ്റില്ല, നോൺ വെജായിട്ട് സാധനം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ വലിയ ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താ കഴിക്കുന്ന? അപ്പം എന്നോട് പറഞ്ഞു വല്ല ഞുറുക്കരിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനം കഴിക്കും, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചില ബിസ്ക്കറ്റുകൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒന്ന് ജീവിക്കാൻ ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതാണ് പ്രശ്നം, ഈ പ്രശ്നം മാറാൻ അച്ഛൻ പ്രാർത്ഥിക്കണം, അതിന് വേണ്ടി വന്നതാന്ന് പറഞ്ഞു. ആലപ്പുഴ എന്ന് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഈ ചങ്ങാതിക്ക് ഞാൻ ഒരു ജപമാല കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ജപമാല നെഹമ്യ മിഷൻ എന്ന് പറഞ്ഞ രൂപത കരിസ്മാറ്റിക്കിന്റെ പേര് നെഹമ്യ മിഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, നെഹമ്യ പ്രവാചന്റെ പേരിൽ. അപ്പം ഞാൻ പറഞ്ഞു നെഹമ്യ മിഷൻസിന് ഒരു ശുശ്രൂഷയുടെ ഉണ്ട്, അതിൻ്റെ പേര് ജപമാല സഖ്യസേന എന്നാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ വീടുകളിൽ അല്ലെങ്കിൽ ഓഫീസുകളിൽ എവിടെ വേണമെങ്കിലും ഇരിക്കുന്നവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്ത കെട്ടാം. നന്മ നിറഞ്ഞേർമേ ചൊല്ലി കൊന്ത കെട്ടുന്ന ഒരു ശുശ്രൂഷയാണ് ജപമാല സഖ്യസേന എന്ന് പറഞ്ഞ ശുശ്രൂഷ. അപ്പം അങ്ങനെ ഒരു ശുശ്രൂഷ നമുക്കുണ്ട്. അപ്പൊ വീടുകളിൽ ഇരിക്കുന്നവർ, ആശുപത്രിയിൽ കിടക്കുന്നവർ, അതുപോലെ തന്നെ അധ്യാപകര്, ഇന്റർവെൽ സമയങ്ങളിൽ സ്കൂളുകളിൽ ഇരുന്ന്, അതുപോലെ ഡോക്ടേഴ്സ് വൈകുന്നേരങ്ങളിൽ വീടുകളിൽ ഇരുന്ന്, ഇങ്ങനെ അതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ, കർഷകർ, കുടുംബിനികൾ, ഇങ്ങനെ എല്ലാ മേഖലയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ട് ജപമാല കെട്ടിയൊരുക്കുന്ന ശുശ്രൂഷ. ഞങ്ങൾ 2.5 ലക്ഷം ജപമാലകൾ അങ്ങനെ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 ലക്ഷം ജപമാലകൾ. അങ്ങനെ ആ ജപമാല കൊടുക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കാറുമുണ്ട്. അപ്പം ഞാൻ ഈ സഹോദരനോട് പറഞ്ഞു, ഞാൻ ഈ തരുന്ന ജപമാല ഇങ്ങനെ പ്രാർത്ഥിച്ച് കെട്ടിയ ജപമാല ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഒത്തിരി അത്ഭുതങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നടക്കും, ഇതുവരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് ഈ ജപമാല കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ ജപമാല വെച്ച് എല്ലാ ദിവസവും ജപമാലയിൽ പ്രാർത്ഥിച്ചോ, നിനക്ക് സൗഖ്യം പരിശുദ്ധ അമ്മയിലൂടെ കിട്ടുമെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. വരതിരിവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവന് ഭയങ്കര വിശ്വാസമായി. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു ജപമാല പോരാ, 5 എണ്ണം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവന് 5 ജപമാലയും കൂടി കൊടുത്തു. മൊത്തം 6 ജപമാല. എന്നിട്ട് ഇവനോട് ഞാൻ പറഞ്ഞു, നീ എല്ലാ ദിവസവും 5 പേർക്ക് പള്ളിയിൽ പോകാൻ, നീ പള്ളിയിൽ പോകാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ബൈബിൾ വായിക്കണം, ധാരാളം കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം, പരിശുദ്ധമായ മാധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഇതിന്ന് ഉറപ്പായിട്ടും ഇതിന് ഒരു സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. ഇത്ര പറഞ്ഞു കൂട്ടി ഞാൻ. ഹല്ലേലൂയ. വരതിരിമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ? ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ ഒരു ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ അവിടുന്ന് വന്നിട്ട്. ഞാൻ അവിടെ വന്ന് പ്രാർത്ഥിച്ച് വന്ന ആ രാത്രിയിൽ ഞാൻ ജപമാലയെല്ലാം തുടങ്ങി. ആ രാത്രിയിൽ 90% എന്റെ പ്രശ്നം മാറി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ഞാൻ അവിടുന്ന് വന്നതിന് ശേഷം 1/2 ഗുളിക വെച്ച കഴിക്കുന്നുള്ളെന്ന് പറഞ്ഞു. 1/2 ഗുളിക മാത്രം വൈകുന്നേരം കഴിക്കും, എൻ്റെ വയറ്റിലെ പ്രശ്നങ്ങൾ മാറി എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഇത് വന്നത് മെയ് ലാസ്റ്റാണ്. പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഇപ്പം പറഞ്ഞ എന്നാന്നറിയാമോ, 2020 എന്നെ വിളിച്ചിട്ട് എന്നിട്ട് പറയുകയാണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി, എനിക്കിപ്പം നോർമലായിട്ട് ഫുഡ് കഴിക്കാം, ടോയ്ലറ്റ് പോകേണ്ട ആവശ്യങ്ങൾ എനിക്കില്ല, ഇതെല്ലാം സൗഖ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഇവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു, എൻ്റെ മുറ്റത്ത് ഇന്നോവയുടെ ക്രിസ്റ്റ എന്ന് പറയുന്ന വണ്ടി, പുതിയ ഫുൾ ഓപ്ഷൻ വണ്ടി മേടിച്ചിട്ടത് വെറുതെ കിടക്കുക എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് വെറുതെ കിടക്കാം, മേടിച്ചിട്ട് വെറുതെ കിടക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, ഈ ഇന്നോവയിൽ ഞാൻ കോവിഡ് വരുന്നതിന് മുമ്പ് ഇന്നോവ മേടിച്ച്, ഇന്നോവയിൽ ഇവന് ഇന്ത്യ മുഴുവൻ യാത്ര പോകുന്നതാണ് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട്. ഇവൻ പറയാം, ഇന്നോവയിൽ ഒരു ക്ലോസറ്റ് പിടിപ്പിക്കാൻ ഇവന്റെ ഒരു കസിനോട്, UK കസിനോട് കോവിഡ് വരുന്നതിന് മുമ്പ് അവിടുന്ന് ഒന്ന് മേടിച്ചു വെക്കാൻ പറഞ്ഞു, ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അവൻ മേടിച്ചു, ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങിയപ്പോൾ കോവിഡ് വന്ന് മൂത്തു. അത് കാരണം ഫ്ലൈറ്റുകളെല്ലാം ഫ്ലൈ ചെയ്യലെന്നായി, ഗ്രൗണ്ടിലാണ്, അതുകൊണ്ട് ക്ലോസറ്റ് ഇങ്ങോട്ട് അയക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പറയാ, അത് അയക്കാൻ പറ്റിയില്ല. അപ്പോൾ ഓസ്ട്രേലിയയിലുള്ള വേറൊരു കസിനോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന്
UK നിന്ന് ഫ്ലൈറ്റ് വരുന്നില്ല. അതുകൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ക്ലോസറ്റ് മേടിച്ച് ഈ വണ്ടിയെ പിടിപ്പിക്കാൻ എത്രയും പെട്ടെന്ന് നീ അയച്ചു തരാൻ പറഞ്ഞു. അവൻ മേടിച്ചു. അവൻ അയക്കാൻ വേണ്ടി കാർഗോ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഓസ്ട്രേലിയയിൽ ഒറ്റ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്നില്ല, സകലതും ഗ്രൗണ്ടിൽ. അപ്പൊ ഇവൻ എന്നോട് പറയുകയാണ്, സകല ഫ്ലൈറ്റുകളും ലോകം മുഴുവൻ നിശ്ചലമായ സമയത്ത് ഇവൻ പറയാം ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നു. അപ്പൊ ഇവൻ എന്നോട് പറയുകയാണ്, എന്റെ വണ്ടി ഇന്നോവ ക്രിസ്റ്റ മുറ്റത്ത് വെറുതെ കിടക്കുന്നു, ഒരു ക്ലോസറ്റ് UK ഇരിക്കുന്നു, മറ്റൊരു ക്ലോസറ്റ് ഓസ്ട്രേലിയയിൽ ഇരിക്കുന്നു. എനിക്കിന്ന് ഇതിലൂടെ ഇതിന്റെ ഒരാവശ്യമില്ലാതെ സൗഖ്യം എനിക്ക് കിട്ടി. പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം വഹിച്ചു എന്ന് ഈ സഹോദരൻ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വരതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും വിശ്വസിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് അറിവുള്ളതാണ്, പക്ഷെ നമ്മളത് വിശ്വസിക്കണം. പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥവും അതുപോലെ തന്നെ ആ സ്നേഹവും നമ്മൾ വിശ്വസിക്കാനും അനുഭവിക്കുവാനും തയ്യാറാകുന്ന വ്യക്തികളെ പരിശുദ്ധ അമ്മ തന്റെ കാപ്പയ്ക്കുള്ളിൽ ചേർത്ത് പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. 5 വർഷം കഴിഞ്ഞു. ഇടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട് ഈ ചെറുപ്പക്കാരൻ. ഇവൻ എന്നോട് പറഞ്ഞു, ഈ 5 വർഷം കഴിഞ്ഞപ്പോ എന്നോട് പറയാ, പിള്ളേരുടെ കൂടെ പോയി ഷവർമ കഴിച്ചു. ഒരു കുഴപ്പമില്ല അച്ഛാന്ന് പറഞ്ഞു. അതൊക്കെ നെയ്യോ അങ്ങനെയാണ്ട സാധനം, എല്ലാം കൂടിയ സാധനങ്ങൾ, ഇതൊന്നും കഴിക്കാൻ പറ്റാത്ത ഈ കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് ഈ മകൻ സൗഖ്യം കിട്ടി. അത് ഇത്ര നാളായിട്ടും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയിലൂടെ ഇന്ന് അനേകം അത്ഭുതങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചേ പറ്റൂ. നമുക്കറിയാം, ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെ നമ്മുടെ കുടുംബങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുക. വലിയ പ്രതിസന്ധികൾ നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുക. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലേക്കെല്ലാം നമ്മൾ നോക്കുമ്പോൾ, വിശ്വാസ സമൂഹത്തിന് മേൽ നമ്മൾ നോക്കുമ്പോൾ വലിയ 3 തിന്മകൾ ഇന്ന് കുടുംബങ്ങളെ പിടിച്ചു മുറുക്കിയിരിക്കുക. 3 തിന്മകൾ. ഒന്നാമത്തെ തിന്മ എന്ന് പറയുന്നത് നിസ്സംഗത, ഇൻഡിഫറൻസ്, നിസ്സംഗത എന്ന് പറയുന്ന വലിയൊരു തിന്മ. രണ്ടാമത്തെ തിന്മ എന്ന് പറയുന്നത് നിശബ്ദത. എന്താണെന്ന് അതൊക്കെ പറയാം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിരാശ. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും, നമ്മൾ ഇന്ന് ഇവിടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള തിന്മകൾ, നിസ്സംഗത, തിന്മ പെരുകി നമുക്ക് നിസ്സംഗമായിട്ട് നമുക്ക് തോന്നും. നമ്മെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. അയലോക്കം വീട്ടിൽ നിന്നും ഒരു കുട്ടി ഇറങ്ങിപ്പോയാൽ, അന്യമതസ്ഥന്റെ കൂടെ പോയാൽ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അപ്പൊ ഇങ്ങനെ നിസ്സംഗമായ കാര്യങ്ങൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിശബ്ദത പാലിക്കുന്ന, അതുപോലെ നിരാശയിലൂടെ പോകുന്ന ഒരു കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പരിശുദ്ധ അമ്മയിലൂടെ ഈ കാലഘട്ടത്തിന്റെ തിന്മകളെ അതിജീവിക്കാനുള്ള ശക്തി നമ്മുടെ ജീവിതങ്ങളിൽ വേണം എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന് വലിയ നിസ്സംഗത എല്ലാം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവരാ നമ്മൾ, ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചുവരാ. പക്ഷെ ഇന്ന് ഈ തിന്മ പെരുകിയ കാലഘട്ടത്തിൽ നമ്മൾ നിശബ്ദത പാലിക്കും, നിസ്സംഗത പാലിക്കും, നമ്മൾ നിരാശരാകും. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 56-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 56:3 വചനം പഠിപ്പിക്കുക, കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ, ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണ് എന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. നമുക്കറിയാം, ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന്
എത്രയോ അനുഗ്രഹം പ്രാപിച്ചത് എവിടെ ഇരിക്കുന്നവര്. പക്ഷെ ജീവിതത്തിൽ ഒരു ഞെരുക്കം വരുമ്പോൾ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ, തിന്മ ജീവിതത്തെ, കുടുംബത്തെ ബാധിക്കുമ്പോൾ നമ്മൾ പറയും ഇത് അതിജീവിക്കാൻ പറ്റില്ല. ഇത്ര പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ഈ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും ഞാനൊരു ഉണക്കവർഷമാണ്. ഉണക്കവർഷം എന്ന് പറഞ്ഞാൽ ഒരു ഗുണമില്ല. ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു ഗുണമില്ല. ഇത്ര ദൈവത്തെ വിളിച്ചിട്ട് ഒരു ഗുണമില്ല. എങ്ങനെയുള്ളവരാ ഗുണമില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞേക്കുന്നത്? വചനം പറയുക, കർത്താവ് തന്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റിക്കളയുമെന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശി. നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്, ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അങ്ങനെ ചേർന്ന് നിന്നിട്ട് നമ്മൾ പറയുക ഞാനൊരു ഉണക്കപ്രസവ, എന്റെ ജീവിതത്തിൽ ദൈവം കണ്ണു തുറക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെട്ട് നമ്മൾ നടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയാം, നീ അങ്ങനെ പറയരുത്, നീ അങ്ങനെ പറയരുത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാ തിന്മ പെരുകുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്നത്. നമ്മൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ കൃപാവരങ്ങൾ വർഷിക്കാൻ വേണ്ടിയാ. അതുപോലെ നമ്മെ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരം ബലിയായി നമ്മെയും മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം വളരെയധികം ഒരു തിന്മ പെരുകിയ ഒരു കാലഘട്ടം. നമുക്കറിയാം എത്രയോ ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ജീവിതത്തിൽ ഉണക്കമരമെന്നവർ ചിന്തിക്കുക, എന്റെ ജീവിതം ഇനി ഒന്നിനും കൊള്ളില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എന്റെ ഈ പ്രശ്നത്തിൽ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തികൾ. ഞാൻ ഓർക്കുന്നുണ്ട്, 29 വയസ്സുള്ള ഞാൻ പണ്ടിരുന്ന ഒരു ഇടവയിലെ ഒരു ചെറുപ്പക്കാരനാണ്, ഷിപ്പിലെ ക്യാപ്റ്റനാണ്, 10 ലക്ഷത്തിലധികം ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിൽ ടാങ്കർ ഷിപ്പിലെ ക്യാപ്റ്റനാണ്. 29-ാമത്തെ വയസ്സിൽ അവൻ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അവനൊരു കല്യാണം നടത്തി, അത് പ്രണയിച്ച് നടത്തിയ ഒരു കല്യാണം. വീട്ടുകാർ പറഞ്ഞാൽ കല്യാണം നടത്തരുതെന്ന് പറഞ്ഞു. 4 വർഷത്തോളം പ്രണയം ആയി അങ്ങനെ ഒരു ജീവിതം. അത് കോളേജിൽ വെച്ച് ഇവന്റെ കസിനെ കാണാൻ ചെന്നപ്പോൾ അവിടെ വെച്ച് കണ്ടുകൂടിയ ഒരു പെൺകുട്ടി. അങ്ങനെ കൊണ്ടുവന്നു. ആ കല്യാണം നടത്തരുതെന്ന് അപ്പനും അമ്മയൊക്കെ പറഞ്ഞെങ്കിലും ഒറ്റ മകൻ അവനത് കേൾക്കാൻ തയ്യാറായില്ല. കല്യാണം കഴിഞ്ഞപ്പോൾ ഇവന്റെ കാശ് മാത്രം മതി, ഈ കാശ് കണ്ടുകൊണ്ട് കെട്ടുകയെന്നൊക്കെ പിന്നീട് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. കല്യാണം കഴിഞ്ഞു. ഷിപ്പിൽ ഇവൻ പോയപ്പോൾ ഷിപ്പിലെല്ലാം ലോകം മുഴുവൻ ഇവന് കൊണ്ടുപോകാൻ പോകുന്ന വഴികൾ മുഴുവൻ ഇങ്ങനെ കറങ്ങാൻ കൊണ്ടുപോയി. 6 മാസത്തോളം ഷിപ്പിൽ താമസിച്ചു. ഇതെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഇവൾ ഗർഭിണിയായി, കുട്ടിയുണ്ടായി. കോവിഡ് കാലത്ത് കുട്ടിയുണ്ടായി. മാമോദിസ കഴിഞ്ഞു. 3 ദിവസം ഇവന്റെ വീട്ടിൽ മാമോദിസ കഴിഞ്ഞപ്പോൾ വന്നു. അതിനുശേഷം പിന്നെ വന്നില്ല. പിന്നെ കാണാൻ സൗകര്യമില്ല, കാണിക്കില്ല. അങ്ങനെ അനേകം പ്രശ്നങ്ങൾ. അവസാന സ്ത്രീ പീഡന കേസ് കൊടുക്കുന്നു. അവന്റെ അപ്പനെ അമ്മയും പിടിച്ച് ജയിലിലിടാനായിട്ട് എല്ലാ പേപ്പറുകളും വാറണ്ടൊക്കെ ആക്കി വെക്കുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഇവൻ ഷിപ്പിലേക്ക് തിരിച്ചു പോകേണ്ട ഈ സമയത്ത് ഇവൻ വളരെയധികം വിഷമിച്ച് എന്നാ കാണാം, സംസാരിക്കാന്ന് വിചാരിച്ച് ഇവരുടെ വീടിന്റെ അടുത്ത് ചെല്ലുന്നു. വികാരിച്ചനെ കാണുന്നു. വീട്ടിൽ കയറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. തിരിച്ച് നിരാശപ്പെട്ട് വീട്ടിൽ വരുന്നു. ആ രാത്രിയിൽ ഇവൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്ന് പറഞ്ഞ മാനസികമായ ഇവന് ആഘാതമായി അവന്റെ ആ ജീവിത പ്രശ്നങ്ങൾ. സ്നേഹമുള്ളവർ, ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നവീകരിക്കാൻ, വിശുദ്ധീകരിക്കാൻ നമ്മൾ അമ്മയെ കൂട്ടുപിടിക്കണമെന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ,
സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. വരതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ തിരിച്ചറിയണം. തിന്മ പെരുകുമ്പോൾ നമ്മൾ നിശബ്ദമായിട്ടിരിക്കരുത്, നിശബ്ദമായിട്ട് നമ്മൾ ഇരിക്കരുത്. മറിച്ച് നമ്മൾ ഈ തിന്മയെ അതിജീവിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. കോർന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൽ 2 കോർന്തോസ് 4:4 തിന്മ പെരുകിയ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിന്മ പെരുകിയ സാഹചര്യങ്ങൾ 2 കോർന്തോസ് 4:4. ബൈബിളുണ്ടെ വായിക്കാം. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്തമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദർശ്യമല്ല. ഈ ലോകത്തിന്റെ ദേവൻ നമ്മുടെ മനസ്സിനെ അന്ധമാക്കുന്നത് കൊണ്ട് സുവിശേഷം ഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ, സുവിശേഷത്തിന്റെ പ്രകാശം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിരാശ തരും. ഡിസപ്പോയിന്റ് ആയിട്ട് മാറും. നമ്മൾ ഡിസപ്പോയിന്റ്മെന്റ്, നിരാശ നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. വീണ്ടും ദൈവത്തിന് വചനം പറയുന്നുണ്ട്. പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. 2 പത്രോസ് 2:1 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിന്റെ വചനം പ്രത്യേകമായിട്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വ്യാജ പ്രബോധനങ്ങൾ കടന്നു വരും, ഉപദേഷ്ടാക്കൾ കടന്നു വരും, വിനാശകരമായ അഭിപ്രായങ്ങൾ ജീവിതങ്ങളിൽ കൊണ്ടുവന്ന് യേശുവിനെ പോലും തള്ളിക്കളയത്തക്ക വിധത്തിൽ ജീവിതങ്ങളിൽ തിന്മ അത്രമാത്രം രൂഢമാകും. നമ്മുടെ ജീവിതങ്ങളെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് വഴിതെറ്റിക്കുമെന്ന് വചനം പഠിപ്പിക്കാം. നമുക്ക് വചനം വായിക്കാം. 2 പത്രോസ് 2:1 മുതലുള്ള വചനങ്ങൾ. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷ്ടമാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞു നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല. വിനാശം കണ്ണു തുറന്ന് അവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. വിധി ദിനം വരെ സൂക്ഷിക്കുന്നതിനായി അവരെ അവിടുന്ന് നരകത്തിലെ ഇരുൾക്കുള്ളികളിലേക്ക് തള്ളിവിട്ടു. ദുഷ്ടരുടെ മേൽ ജലപ്രളയം അയച്ചപ്പോൾ പഴയ ലോകത്തോട് അവിടുന്ന് കാരുണ്യം കാണിച്ചില്ല. എന്നാൽ നീതിയുടെ മുന്നോടിയായ നോഹയെ മറ്റേഴു പേരോടും കൂടി അവിടുന്ന് കാത്തുരക്ഷിച്ചു. സോദോം ഗൊമോറ നഗരങ്ങളെ ചാമ്പലാക്കിക്കൊണ്ട് അവിടുന്ന് അവയിലെ ജനങ്ങളെ ശിക്ഷിച്ചു. അങ്ങനെ ദൈവഭയമില്ലാതെ ജീവിക്കാനിരിക്കുന്നവർക്ക് അവിടുന്ന് ഒരു ഗുണപാഠം നൽകി. നോഹയുടെ കാലത്തുണ്ടായിരുന്നത് പോലെയുള്ള തിന്മകൾ ഇന്നും നമ്മുടെ ഈ കാലഘട്ടങ്ങളിലുണ്ട്. നമുക്കറിയാം, ലീവിങ് ടുഗദറുകൾ, വിവാഹം വേണ്ട, സ്വവർഗ ഭോഗങ്ങൾ, അങ്ങനെയുള്ള തിന്മകൾ ഈ കാലഘട്ടത്തിൽ പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിന്റെ തിന്മയെ നമ്മൾ എത്രമാത്രം വിലയിരുത്തി അത് നമ്മുടെ കുടുംബങ്ങളെ ബാധിക്കാതിരിക്കാൻ, അടുത്ത തലമുറകളെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ള. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു അമ്മച്ചി ആലപ്പുഴയിൽ നിന്ന് ഫോൺ ചെയ്തു. മൂത്ത മകന് ഡോക്ടറാണ്, ഗൾഫിൽ, 39 വയസ്സുണ്ട്, അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് പറയാം. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, അവനോടൊന്ന് വിളിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. ഈ ഡോക്ടറോടൊന്ന് വിളിക്കാൻ പറയാമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, താഴെ 4 പേരുണ്ട്, വേറെ 2 അനിയന്മാരും ഒരു അനിയത്തിയുണ്ട്, ഇവന്റെ കല്യാണം കഴിഞ്ഞിട്ട് താഴെയുള്ളവർ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇവന്റെ കല്യാണം നടക്കാൻ അതിന് സാധിക്കുന്നില്ല, അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ അമ്മച്ചിയോട് പറഞ്ഞു, ഇവനോടൊന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചു. ഇവൻ ഈ അമ്മച്ചി പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ എന്നെ വിളിച്ചിട്ട് എന്നോട് ഇവൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി അച്ഛനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. ഹല്ലേലൂയ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട.
എന്നിട്ട് ഇവൻ പറഞ്ഞു, എന്റെ കല്യാണം ഞാൻ MBBS കഴിഞ്ഞ് ഞാൻ ജോലിക്ക് ഗൾഫിൽ കയറിയ ആ നാളിൽ എന്റെ കല്യാണം കഴിഞ്ഞു വച്ചാന്ന് പറഞ്ഞു. 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ എന്നോട് പറഞ്ഞ എന്നാന്നറിയാവോ? ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വിചാരിക്കുന്ന പോലെയുള്ളൊരു കല്യാണമല്ലെന്ന് പറഞ്ഞു. അച്ഛൻ വിചാരിക്കുന്ന പോലൊരു കല്യാണമല്ല. എന്നിട്ട് ഇവൻ എന്നോട് പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചത് എൻ്റെ കൂടെ പഠിച്ച ഒരു ഡോക്ടറെ ഞാൻ കെട്ടി. എന്നിട്ട് പറഞ്ഞു, ആ ഡോക്ടർ ഒരു ചെറുക്കനാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൂടെ പഠിച്ച ആ ഡോക്ടർ ചെറുക്കനാണ്. അവനെ ഞാൻ 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിൽ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, താഴെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മ പെരുകിയോ? തിന്മ പെരുകിയോ? തിന്മ പെരുകി, തിന്മ പെരുകി. ഇങ്ങനെയുള്ള കേസ് ധാരാളം. വേറൊരു കേസ് പറയണോ? ഞാൻ നമ്മുടെ ഈ രൂപത കരിസ്മാറ്റിക് സെന്റർ 2018 കിട്ടി. ഒരു പഴയ പ്രീസ്റ്റ് ഹോമാ. അപ്പൊ ഞാൻ കിട്ടിക്കഴിഞ്ഞപ്പം അതിന്റെ മുകളില് ഇതുപോലെ ഈ ഷീറ്റ് ഇടാൻ വേണ്ടി പില്ലറുകളൊക്കെ കയറ്റി ഈ പൈപ്പൊക്കെ വെച്ച് ഷീറ്റ് ഇട്ടു. ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് വെക്കാം. കാലേ നിൽക്കുകയാണ് ഇങ്ങനെ. പിന്നെ ചെയ്യാനൊന്നും പറ്റിയില്ല. കാരണം ആ കിട്ടിയ ആ സമയത്ത് ഒരു 10-30 ലക്ഷത്തോളം രൂപയൊക്കെ മുടക്കി മെയിൻ്റനൻസ് ഒക്കെ നടത്തി. അങ്ങനെ പിന്നെ പൈസ ഇല്ലാതെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് കാണാൻ വന്നു. ഒരു എഞ്ചിനീയറാ. കാണാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ അച്ഛന് 10 ലക്ഷം രൂപ തരാം. ഈ പണിയൊക്കെ തീർക്കണ്ടേ, ധ്യാനമൊക്കെ തുടങ്ങണ്ടേ, ആൾക്കാർക്ക് ഇത് ഗുണമാകണ്ടേ. അതുകൊണ്ട് ഇപ്പം വഴിമുട്ടി നിൽക്കാന്ന് എനിക്ക് മനസ്സിലായി. അച്ഛന് 10 ലക്ഷം രൂപ തരാം. ഒരു കണ്ടീഷനുണ്ട്, എൻ്റെ മകളുടെ കല്യാണം കഴിയണം. എൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കല്യാണം കഴിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എത്ര വയസ്സായി, ആരാ എന്നൊക്കെ ചോദിച്ചു പറയാം. ഈ മകൾ ഡോക്ടറാണ്. എന്നോട് പറഞ്ഞു മകൾക്ക് 35 വയസ്സായി. അപ്പൊ ഞാൻ ചോദിച്ചു, 35 വയസ്സ് വരെ ഇവള് കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഈ അപ്പൻ എന്നോട് പറഞ്ഞു, അതൊക്കെ കഴിച്ചാ, അതൊക്കെ കല്യാണം കഴിഞ്ഞു, അതൊക്കെ ഡൈവോഴ്സായി പോയി. ഒരു കൊച്ചുണ്ട്, ആ കല്യാണം ഇതുവരെ ഡൈവോഴ്സ് ആക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഒത്തിരി 3 ലക്ഷം രൂപ, 3 കോടിയോളം രൂപ കൊടുത്തു. അത് കണക്കില്ലാതെയൊക്കെ കൊടുത്തത്. കണക്കിപ്പെടുത്താതെയൊക്കെ ഞാനിങ്ങനെ കൊടുത്തു. പണിക്കാരുടെ അക്കൗണ്ടിലൂടെ എല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെയെല്ലാം ചെയ്ത് അവസാനം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ രേഖയില്ലാത്തത് കൊണ്ട് എൻ്റെ കാശ് എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ കേസ് കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഫാമിലി കോർട്ട് മാത്രമല്ല, ഹൈക്കോടതിയും കൊടുത്ത് കേസ് നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് ഉടനെ തീരില്ല. അതുകൊണ്ട് എൻ്റെ മകൾക്ക് ലീവിങ് ടുഗദറിന് ഒരുത്തനെ കിട്ടണം. അത് കിട്ടുവാണെങ്കിൽ അച്ഛന് 10 ലക്ഷം രൂപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്ത് ചെയ്യണം? അത് മേടിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് പറയണോ? എന്ത് പറയണോ? വേണേ ഇപ്പൊ തരാന്ന് പറഞ്ഞു എന്നോട്. ഇപ്പൊ തരാന്ന് പറഞ്ഞു പൈസ. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, അത് തന്നു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ ഈ ലീവിങ് ടുഗദറിന് ഒരുത്തനെ കിട്ടണം. ഇല്ല, തിരിച്ചു മേടിക്കുമെന്ന് പറഞ്ഞു കാശ്. ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യുക, സ്ഥലം വിട്ടോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്നും ചിന്തിക്കുന്നതിന്റെ കുഴപ്പമില്ലെന്നുള്ളതാണ് ഇന്ന്. ഒരു കുഴപ്പവും ഇല്ല. ഇത് തമാശ എന്ന് വിചാരിച്ചേക്കരുത്. ഇത് തമാശ എന്നൊന്നും വിചാരിക്കുക. ഇതേപോലെയുള്ള അനേകം തിന്മ ഈ കാലഘട്ടങ്ങൾ പെരുകി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഹല്ലേലൂയ. വരതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു M.Tech കാര്യത്തിയെ കൊണ്ടുവന്നു ഒരപ്പൻ. എന്തിനാണെന്നറിയാവോ? അതിന് ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡോക്ടറെ കൊണ്ടുവന്നു. ഒരു പെൺകുട്ടി, 2 പെൺപിള്ളേരാണ്. 2 പേരും ഏക മകളാണ്, വേറെ മക്കളൊന്നുമില്ല. ഈ 2 പേരും പറഞ്ഞ ഒറ്റ കാര്യം എന്നാണെന്നറിയാവോ? ഇവർക്ക് കല്യാണം വേണ്ട, കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ല, ആരുടെയും കീഴിൽ ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്റെ സ്വാതന്ത്ര്യം കളയാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ 2 പെൺപിള്ളേരും പറഞ്ഞെന്നാന്നറിയാവോ? ഞങ്ങൾ ഏക മകളാണല്ലോ, അപ്പനെ നോക്കി അമ്മയെ നോക്കി വീട്ടിൽ ഇരുന്നോളാം, അതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം വേണ്ട. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രതിഭാസം ഇപ്പൊ കൂടുതലായിട്ട് വരുന്നുണ്ട്. ശരിയാണോ? ഇല്ലേ?
ഇഷ്ടം പോലെ പിള്ളേർ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വിദ്യാസമ്പന്നരായിട്ടുള്ളവർ രണ്ടു കാലിൽ ജീവിക്കാൻ കപ്പാസിറ്റി വന്നപ്പോൾ ഇതൊന്നും വേണ്ട, കാരണം എന്റെ സ്വാതന്ത്ര്യം ഒരുത്തൻ കയറി വന്നാൽ കർട്ടയിൽ ചെയ്യുമെന്നാ പറഞ്ഞത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാർ വല്ലവരും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇവിടെ ചെറുപ്പക്കാരൊന്നും വരില്ല. എല്ലാം ഈ വയസ്സായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ഈ ധ്യാന കേന്ദ്രങ്ങൾ മുഴുവൻ. ശരിയാണോ? ഹല്ലേലൂയ. ചെറുപ്പക്കാർ വരുമോ? തല്ലി ഓടിച്ചു കൊണ്ടുവരാന്ന് വിചാരിച്ചാൽ നടക്കുവോ? ഇപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ കണ്ണീരൊഴുക്കി പരിശുദ്ധ അമ്മയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വളരെ അത്യാവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാം, പരിശുദ്ധ അമ്മ എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടാലും ചിരിച്ചോണ്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. എങ്ങനെയാ? എന്തുകൊണ്ടാ കണ്ണുനീരൊഴുക്കുന്നത്? എന്തുകൊണ്ടാ കണ്ണുനീരൊഴുക്കുന്നത്? പാപം പെരുകി, തിന്മ പെരുകി. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആർക്കൊക്കെയാ പ്രത്യക്ഷപ്പെട്ടത്? ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ. അപ്പൊ ഈ 3 പേർക്ക് പ്രത്യക്ഷപ്പെട്ട ഈ ഇടയ കുട്ടികളാണ്. ഇവര് ആടിനെ തീറ്റാനൊക്കെ പോകുന്ന സമയത്ത് പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട 1917 പല പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ട അവസാനം മെയ് 13-ാം തീയതി എല്ലാം പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ മറിയം അവരോട് പറഞ്ഞ കാര്യം എന്താ? തിന്മ പെരുകി അനേകം ആത്മാക്കൾ നരകത്തിൽ നിവദിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുത്തു. ദർശനം കാണിച്ചു കൊടുക്കാം. നരകത്തിലേക്ക് വന്ന ആത്മാക്കൾ കാണിച്ചിട്ട് ഇവരോട് പറഞ്ഞു. എന്ത് പറഞ്ഞെന്നറിയാവോ? നിങ്ങൾ മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ പരിശുദ്ധ അമ്മ പറഞ്ഞത് വിശ്വസിക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞത് വിശ്വസിച്ചു. അങ്ങനെ അവര് വിശ്വസിച്ച് ഇവര് മുട്ടുകുത്തി ജപമാലയെല്ലാം തുടങ്ങി. പിന്നീട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഈ ലോകത്തിൽ തിന്മ പെരുകി അനേകം ആത്മാക്കൾ നരകത്തിൽ നിവദിക്കുന്നത് കൊണ്ട് നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇവരോട് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്നറിയാവോ? ഇവരവിടെ നോക്കുമ്പോൾ ഏതോ ഒരു കയറ് കിടക്കുന്ന കണ്ടു. ഇങ്ങനെ പറഞ്ഞു, കുറ്റിയെ കെട്ടി കിടക്കുന്ന ഒരു കയറെന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരോ പശുവിനെ കെട്ടി, പശു കയറ് പൊട്ടിച്ചു പോയി, കുറ്റിയാൽ കയറ് കെട്ടി കിടക്കുന്നുണ്ട്, അഴിച്ചെടുത്തെന്നാ പറയുന്നത്. ഇവരഴിച്ചെടുത്തിട്ട് അത് 3 പേരും കൂടി ശരിക്കും പറഞ്ഞാൽ അത് 3ആയിട്ട് മുറിച്ചു. 3ആയിട്ട് മുറിച്ച് ഇവരുടെ അരയിൽ കെട്ടി. അരയിൽ ഈ കയറ് കെട്ട് കാണും. അവര് പിന്നെ ആ കയറ് മരിക്കുന്നോണം വരെ അഴിച്ചില്ലെന്നാണ് പറയുന്നത്. ആദ്യം മരിച്ചതാരാന്നറിയാവോ? ഫ്രാൻസിസ്കോ മരിച്ചു. അവസാനം മരിച്ചാരെന്നറിയാവോ? ലൂസി മരിച്ചു. അപ്പം ലൂസി ഈ ഫ്രാൻസിസ്കോയുടെ അരയിൽ നിന്നും ഈ കയറെടുത്ത് അരയെ കെട്ടിയെന്നാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഊരിയെടുക്കുമ്പോൾ രക്തം മാറുന്നൊടുങ്ങിയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് ജസീന്ത മരിക്കുന്നു. ജസീന്തയുടെ അരയിലുണ്ടായിരുന്ന ഈ കയറ് അഴിച്ച് ലൂസി തൻ്റെ അങ്ങനെ 3ഉം കെട്ടിയെന്നാണ് പറയുന്നത്. പിന്നീട് സ്നേഹമുള്ളവരെ, മരിക്കാറായപ്പോൾ രക്തം പുരണ്ട ഈ കയർ ലൂസിയുടെ എല്ലാം അരയിൽ നിന്ന് അഴിച്ചെടുത്തെന്നാണ് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞെന്നാന്നറിയാവോ? നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, പരിഹാരം ചൊല്ലി പ്രാർത്ഥിക്കണം, പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അത്ഭുതവും അടയാളവും മാത്രം നോക്കി നടന്ന കാര്യം നടക്കില്ല. നിങ്ങളിവിടെ വന്നിട്ടുണ്ടാവും. ഇന്ന് മകൾക്ക് IELTS കിട്ടണം. UK പോകുന്നൊക്കെ നല്ലതാണ്, വിദേശത്ത് പോകുന്ന നല്ലതാണ്, ജോലി കിട്ടുന്ന നല്ലതാണ്, കല്യാണം നടക്കുന്ന നല്ലതാണ്, കുഞ്ഞുങ്ങളുണ്ടാകുന്ന നല്ലതാണ്. ഇതെല്ലാം ശരിയാ. ഇതെല്ലാം ഉണ്ടെന്നുകൊണ്ട് നിത്യരക്ഷയുണ്ടാവുമോ? അപ്പോൾ ജീവിതത്തിൽ തിന്മ പെരുകുന്ന ഈ കാലഘട്ടങ്ങളിൽ ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പറഞ്ഞ കണ്ണീരൊഴുക്കി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞെങ്കിൽ അതിന് കാരണം ഒറ്റ കാര്യമുള്ളൂ: തിന്മ പെരുകി അനേകർ നശിക്കുന്നു. അപ്പൊ ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയുടെ, ജപമാല ചൊല്ലുന്നതിന്റെ, പരിഹാരം ചെയ്യുന്നതിന്റെ, പരിത്യാഗം ചെയ്യുന്നതിന്റെ വഴികളിലൂടെ ഇന്ന് നമ്മൾ നമ്മുടെ ജീവിത വഴികളെ ഒന്ന് തിരിച്ചുവിട്ടാൽ
നമ്മുടെ കുടുംബങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിത്ത് ഈശോയെ ഒരിക്കൽ കാണുമ്പോൾ ഈശോ രക്തം വാർന്നൊഴുകി, ഈശോയുടെ ശരീരത്തിന് രക്തം വാർന്നൊഴുകുന്നത് കണ്ടുമ്പോൾ ഈ ബ്രിജിത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഈശോയോട് ചോദിച്ചു, എന്താണ് രക്തമെല്ലാം വാർന്നൊഴുകി ഇങ്ങനെ വേദനിച്ചു നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം ഈശോ പറയുന്നുണ്ട്, എന്നെ മറന്നു കളഞ്ഞവർ, എന്റെ സ്നേഹത്തെ വെറുത്തു തള്ളി നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്തുള്ള എന്റെ വേദനയാണ് ഈ വീണ്ടും ചമ്മട്ടിയടിയേക്കാനും പീഡാസഹനങ്ങൾ ഏറ്റെടുക്കാനും കാരണമായി ഞാൻ രക്തം വാർന്നൊഴുകുന്നവനായി നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, വളരെ നിവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോഴും വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും നമ്മൾ ഈശോയുടെ സ്നേഹത്തിലേക്ക് ഒരു പടി കൂടി നടന്നെടുക്കാൻ, രക്ഷാകരമായ പാതയിൽ, നിത്യരക്ഷയുടെ പാതയിലേക്ക് കടന്നു വരാൻ, നിത്യജീവൻ അപകടപ്പെടുത്താതെ ജീവിക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തെ മറക്കുന്നവരും ദൈവസ്നേഹത്തെ തള്ളിക്കളയുന്നവരും അതിലെല്ലാവരും ഉണ്ട്. മാമോദീസ സ്വീകരിച്ച സകല വിശ്വാസികളും വൈദികരും സമർപ്പിതരും അടങ്ങുന്ന സകലരും ദൈവത്തെ തള്ളിക്കളയുമ്പോൾ, ദൈവത്തെ മറന്നു കളയുമ്പോൾ ഈശോ വീണ്ടും പീഡ സഹിക്കുന്നു എന്ന് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് അതിന് പരിഹാരമായി നീ പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, പരിഹാരം അന്വേഷിക്കണമെന്ന് ഈശോ ബ്രിജിത്തിനോട് പറയാം. സ്വീഡനിലെ ബ്രിജിത്തിനോട് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും നമുക്കറിയാം, പരിശുദ്ധ മറിയം എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടാലും കരഞ്ഞോണ്ടൊക്കെയാ പ്രത്യക്ഷപ്പെടുന്നത്, കണ്ണുനീരൊഴുക്കിയ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ അതിൽ നമുക്ക് റോസാ മിശ്രിക്ക മാതാവിന്റെ തിരുനാളാണല്ലോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ. റോസാ മിശ്രിക്ക മാതാവ് പിയറീന എന്ന് പറയുന്ന നേഴ്സിന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഹൃദയത്തിൽ 3 വാള് ഭേദിച്ചിരിക്കുന്നതായിട്ട്, കുത്തിയിറക്കിയിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെടുക. പരിശുദ്ധ മറിയം അതിനെക്കുറിച്ച് പറഞ്ഞത് 3 വാൾ എന്താന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ വാൾ എന്ന് പറയുന്നത് ദൈവവിളി നഷ്ടപ്പെടുത്തുന്നവർ, ദൈവം വിളിച്ച ജീവിതാവസ്ഥയിൽ നിന്നും, അതിപ്പോ പുരോഹിതരാകാം, സമർപ്പിതരാകാം, കുടുംബസ്ഥനാകാം, അത് പ്രത്യേകിച്ചും ഇതെല്ലാം സമർപ്പിതരെ കുറിച്ചുള്ളതാണ്. അപ്പൊ ദൈവവിളി നഷ്ടപ്പെടുന്ന വൈദികർ, സന്യസ്തർ. രണ്ടാമത്തെ വാളിനെ കുറിച്ച് കാണിച്ചിട്ട് പറയുകയാണ് മാരകഭാവത്തിൽ ജീവിക്കുന്ന സമർപ്പിതർ. മൂന്നാമത്തെ വാള് കാണിച്ചിട്ട് പറയാ ദൈവവിളി ഉപേക്ഷിച്ച് സഭയുടെ നിത്യ ശത്രുക്കളായി മാറിയവർ. നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ കൂടിയിട്ടുണ്ടോ നമുക്കറിയാം. അപ്പൊ ജീവിതാവസ്ഥകളിൽ നിലനിൽക്കുകയും ജീവിതാവസ്ഥയിലൂടെ അനേകം ആത്മാക്കളുടെ വിശുദ്ധീകരണം സംഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ജീവിതാവസ്ഥകൾ ഉപേക്ഷിച്ച് നിത്യനാശത്തിന്റെ പാതയിലൂടെ പോകുന്നവരെ കാണിച്ചുകൊണ്ട് നീ പരിഹാരം ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി, സമർപ്പിതർക്ക് വേണ്ടി നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുപുറത്തി പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് ഈ നേഴ്സിന് കാണിച്ചു കൊടുക്കുന്ന കാര്യമുണ്ട്. ഈ 3 വാള് പിന്നീട് 3 പുഷ്പങ്ങളായിട്ട് മാറുകയാണ്. ഹൃദയത്തിലെ 3 പുഷ്പങ്ങൾ നമുക്കറിയാം. റോസാ മിശ്രിക്ക മാതാവിന്റെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 3 പുഷ്പങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. വെള്ള റോസ് കാണുന്നുണ്ട്. എന്നിട്ട് പറയാം അത് പ്രാർത്ഥനയെ സൂചിപ്പിക്കുക. വെള്ള റോസ് പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നു. ചുവന്ന റോസ് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും പരിത്യാഗത്തിൻ്റെതുമായ ഒരു ജീവിത ശൈലി നടത്താൻ. സ്വർണ്ണ റോസ് പ്രായശ്ചിത്തം ചെയ്യാൻ പറയുകയാണ്. ഇപ്പൊ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ തകരുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുമ്പോൾ, സമർപ്പിതരിലൂടെ കിട്ടേണ്ട നന്മകൾ കിട്ടാതെ വരുമ്പോൾ ദൈവമക്കളോട് ദൈവം പറയുകയാണ്, പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കണം,
പരിഹാരം ചെയ്യണം, പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. പരിത്യാഗത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരുമ്പോൾ വീണ്ടും സ്വർഗത്തിന്റെ കൃപാവരങ്ങൾ ജീവനങ്ങളിൽ ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മൾ പരിശുദ്ധ മറിയത്തിന്റെ മാധ്യസ്ഥം തേടി നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം നൽകേണ്ടത്, മറിച്ച് ആത്മാക്കളുടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, കുടുംബാംഗങ്ങളുടെ, സഭയിലുള്ള, ലോകത്തിലുള്ള സകല ആത്മാക്കൾക്ക് വേണ്ടി ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ, നിത്യജീവിതത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, യേശുവെ നന്ദി, യേശുവെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ 6:14 വചനം പറയാ. ഗലാത്യ 6:14 വചനം പറയാ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുകയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയുക, യേശുക്രിസ്തുവിന്റെ കുരിശുമായി ബന്ധപ്പെട്ട് ത്യാഗത്തിൻ്റെതായ വഴികളിലൂടെ നടക്കുന്നതിൽ മേന്മ കാണുക എന്ന് പറയുക. പരിഹാരത്തിന്റെ, പ്രായശ്ചിത്തത്തിന്റെ വഴികളിലൂടെ കുരിശെടുത്ത് ജീവിത സഹനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്നതിൽ മേന്മ കാണാൻ, കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാം. വീണ്ടും 17-ാമത്തെ വചനം വായിച്ച് അതിന്റെ സെക്കൻഡ് പാർട്ട്. ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ ഞാൻ എന്റെ ശരീരത്തിൽ യേശുവിന്റെ അടയാളങ്ങൾ ധരിക്കുന്നു. യേശുവിന്റെ അടയാളം എന്താ? സഹനത്തിന്റെ അടയാളമാ, കുരിശിന്റെ അടയാളമാ. ആണിപ്പാടുകൾ ഏറ്റ യേശുവിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ ഞാൻ ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൽ പീഡ അനുഭവിച്ചുകൊണ്ട്, ത്യാഗത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഞാൻ യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുകയും യേശുവിന്റെ സാക്ഷിയായി മാറുകയും ചെയ്യുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. പറഞ്ഞേ ഹല്ലേലൂയ. വലതിനെ നിർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിന്റെ വചനം പറയുക, യേശു ക്രിസ്തുവിന്റെ കുരിശിൽ ഞാൻ മേന്മ ഭാവിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കുരിശിന്റെ അടയാളങ്ങൾ ഞാൻ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്റെ ശരീരം പീഡകളിലൂടെ, അതുപോലെ പരിത്യാഗത്തിന്റെ, പരിഹാരത്തിന്റെ വഴികളിലൂടെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, പരിത്യാഗങ്ങൾ എടുക്കുമ്പോൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹം, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ, നിത്യജീവിതം അപകടത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങൾ, ആത്മാക്കളുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കാൻ നമ്മൾ ഏറ്റെടുക്കുന്ന പരിഹാരം കാരണമായി തീരും എന്ന് നമ്മൾ തിരിച്ചറിയണമെന്ന് ദൈവം നമ്മോട് പറയുക. പരിശുദ്ധ അമ്മ പറയുക, പൗലോസ് അപ്പോസ്തലൻ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിനെ സ്നേഹിക്കുന്ന ആരുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴും സഹനങ്ങൾ അനിവാര്യമായും ഈശോ അവരുടെ ജീവിതത്തിൽ നൽകും. നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ സഹനം കൂടുന്നില്ലേ? നിങ്ങൾ ധ്യാനം കൂടി ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് അന്നേരമൊക്കെ പറയും, കർത്താവേ കുരിശുകൾ തന്നു, സഹനം തന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴാ കെട്ടിയോൻ പറയുക, നീ ഇനി മേലെ പള്ളിയിൽ പോയേക്കരുത്. അപ്പൊ എന്ത് ചെയ്യും? അവിടെ നിന്ന് നമ്മൾ ശാപവാക്ക് പറയാൻ തുടങ്ങും. അല്ലെങ്കിൽ ചേട്ടൻ പള്ളിയിൽ എന്നും പോകാന്നൊക്കെ തീരുമാനിച്ച് രാവിലെ ഇറങ്ങിപ്പോകുമ്പോഴായിരിക്കും, ഓ ഇതുവരെ പോയിട്ടില്ലായിരുന്നു, ഇപ്പൊ എന്നാ ഒരു ധ്യാനം കൂടിയിട്ട് എന്താ ഇളക്കം തട്ടിയോന്ന് ഒരു ചേട്ടനോട് ചോദിച്ചാൽ ചേട്ടൻ പിന്നെ പോവുമോ? നിരുത്സാഹപ്പെടുത്തും, ഇല്ലേ? നിരുത്സാഹപ്പെടുത്തും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. സ്നേഹമുള്ള യേശുവിനെ ആരെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ ഈശോ നൽകുന്ന ഏറ്റവും വലിയ ചിന്ത എന്താണെന്നറിയാമോ? ഒരാത്മാവും നശിച്ചു പോകരുത്, അതിന് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു വിളിയിലേക്ക് അവരെ നയിക്കും. ഒരു ദൈവവിളിയാണ്. യേശുവിനെ ആരെല്ലാം സ്നേഹിക്കുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കാൻ ഈശോ ആ ജീവിതത്തെ ശക്തിപ്പെടുത്തും. നമുക്കറിയാം, വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം അത് തന്നെയല്ലേ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതത്തിൽ ഡയറിയിൽ 1428-30 പറയുന്നൊരു കാര്യമുണ്ട്. ഫൗസ്റ്റീന ഡയറിയിൽ 1428-30 ഡയറിയിൽ കണ്ണികയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഫൗസ്റ്റീന രോഗിയായിട്ട് കിടക്കുമ്പോൾ, സിസ്റ്റർ രോഗിയായിട്ട് കിടക്കുമ്പോൾ, മുറി കിടന്ന കിടപ്പാം, വേറൊരു സിസ്റ്റർ ആ മുറിയിലേക്ക് ഓടി വന്നു. മുറിയിലേക്ക് കയറിയതോടുകൂടി എന്തോ ദുർഗന്ധം വരുന്നു. ദുർഗന്ധം ശക്തമായിട്ടും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ആ സഹോദരി ചോദിച്ചു, എന്താ ഇവിടെ വല്ലതും ചത്ത് കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഈ മുറിയിൽ ചീഞ്ഞഴിഞ്ഞ ഒരു ബോഡിയുടെ മണം. അപ്പം എന്തെങ്കിലും ഇവിടെ ചത്ത് ചീഞ്ഞ് കിടപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഫൗസ്റ്റീന പറഞ്ഞു, ഇവിടെ ചത്ത് ചീഞ്ഞൊന്നും ഇവിടെ കിടപ്പില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ചീഞ്ഞ മൃതശരീരമായി മാറി എന്ന് പറഞ്ഞു. മൃതശരീരം ചീയുന്നത് പോലെ എന്റെ ശരീരം ചീഞ്ഞ് വൃത്തികേടായി അതിന്റെ മണം വന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു, ശരീരം. എന്നിട്ട് ഫൗസ്റ്റീന അപ്പൊ ഈ സിസ്റ്റർ മൂക്കുപൊത്തി ഇറങ്ങി ഓടി എന്ന് പറഞ്ഞു. നമുക്കറിയാം, സിമിത്തേരിയില് വാൾട്ടൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡെഡ് ബോഡി അടക്കിയിട്ട് ഒരു ലീക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന മണം 2 ദിവസം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും ഡെഡ് ബോഡി സിമിത്തേരിയിൽ നിന്ന് വരുന്നത്. ഞാനൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. നമ്മൾ അടക്കും ഇതുമായിട്ട് പള്ളിയൊക്കെ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പൊ ഈ സിസ്റ്റർ ഇറങ്ങി ഓടി, ദുർഗന്ധം, ഡെഡ് ബോഡിയുടെ ദുർഗന്ധം. അപ്പൊ ഈ ഫൗസ്റ്റീന പറയാ, എന്റെ ശരീരത്തിൽ നിന്നാന്ന് പറഞ്ഞു. ഈ 1430 കണ്ണിയിലേക്ക് വരുമ്പോൾ ഫൗസ്റ്റീന പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ഒരു സഹനമാന്ന് പറഞ്ഞു. നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു സഹനം, അതിന്റെ ആഴം എനിക്ക് ഈശോ തന്നതാന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഈ സഹനത്തിന്റെ ഏറ്റവും കൂടുതൽ ദുർഗന്ധം, ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവവേദ്യമാകുന്നത് ഭക്ഷണം കഴിക്കാൻ ഊട്ടുമുറി ചെല്ലുമ്പോഴാന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഊട്ടുമുറി ചെല്ലുമ്പോൾ ഈ ദുർഗന്ധം ശരീരത്തിൽ നിന്നും, ഡെഡ് ബോഡിയുടെ ദുർഗന്ധം ശരീരത്തിൽ നിന്ന് ചീഞ്ഞളിഞ്ഞതിന് വരുമ്പോൾ ഈ ഫൗസ്റ്റീന പറയുക, എനിക്ക് ഒരു ഭക്ഷണവും കഴിക്കാൻ തോന്നില്ല. നമുക്കറിയാം, ഏതെങ്കിലും എലി ചത്ത് കിടക്കുന്നതിന്റെ മണം അടിച്ചിട്ട് നമ്മൾ ഉടനെ പോയി ഭക്ഷണം കഴിക്കുമോ? എത്ര ബിരിയാണി വെച്ചാലും കഴിക്കുമോ? കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഫൗസ്റ്റീന പറയുക, ഏറ്റവും കൂടുതൽ എനിക്കിത് ഫീൽ ചെയ്യുന്നത് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഊട്ടുമുറി ചെല്ലുമ്പോഴാണ്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം പോലും നേരെ ചുവ കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മുള്ളുള്ള രോമക്കുപ്പായം ധരിക്കുക ഇതിൽ എളുപ്പമാന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, ഉദരവേദന, ഉദരവുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇതെല്ലാം ഉള്ളത് കൊണ്ട്, ഈ ദുർഗന്ധമുള്ള സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്നെ ഒരു സഹന ബലിയായി ഈശോ മാറ്റി എന്ന് പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഈ ഫൗസ്റ്റീന അതുവരെ ഈ സഹനം ഏറ്റെടുത്തത്? ഒരിക്കൽ മാത്രം, ഒരു സിസ്റ്ററിലൂടെ മാത്രം അത് പബ്ലിക് ഒരിക്കൽ മാത്രം വെളിപ്പെടുത്തി. എന്തിനാണെന്നറിയാവോ? രഹസ്യമായി എടുത്ത ഈ സഹനങ്ങൾ ഒരിക്കൽ മാത്രം ഈശോ തന്നെയാണത് ഒരു സിസ്റ്ററിന് വന്നപ്പോൾ അതിന്റെ മണം കൊടുത്തത്. അപ്പോൾ ഫൗസ്റ്റീനയുടെ ജീവിതം ഒരു പരിഹാര ബലിയാണ്, സഹന ബലിയാണ് എന്ന് ദൈവത്തിന് പിന്നീട് ഇത് പുറത്തറിയിക്കണമെന്ന് വേണ്ടിയിട്ടാണ്. അതായത് ആരെല്ലാം ഒരു പരിഹാര ജീവിതം നയിച്ചോ ഇതെല്ലാം പിന്നീട് ദൈവം മനസ്സാകുന്നുണ്ടെങ്കിൽ ഇത് പുറത്തറിയുന്നതാണ്. നിങ്ങൾ ബാറൂക്കിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം നോക്കിക്കേ. ഒരുവന്റെ ആ പരിത്യാഗത്തിന്റെയും പരിഹാരത്തിന്റെതുമായ ആ ജീവിത വഴികൾ ആത്മരക്ഷയ്ക്ക് ഉപകരിക്കുന്നു എങ്കിൽ അത് പിന്നീട് ലോകം മുഴുവനും അത് പ്രസിദ്ധമാക്കും ദൈവം എന്ന് ദൈവത്തിന് വചനം പറയാം. ബാറൂക്ക് 5:3 എടുത്തേ.
ആകാശത്തിന് കീഴിൽ എല്ലായിടത്തും ആകാശത്തിന് കീഴെ എല്ലായിടത്തും ദൈവം നിന്റെ തേജസ് ദൈവം നിന്റെ തേജസ് വെളിപ്പെടുത്തും. അപ്പൊ ഇവനിലുള്ള പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ തെളിഞ്ഞു വന്ന തേജസ് ദൈവം ആകാശത്തിന്റെ മറ്റേ അറ്റം വരെ വെളിപ്പെടുത്തുന്നു എന്ന് ദൈവത്തിന് വചനം പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ ഈ ഒരു വ്യക്തിപരമായും ആരും അറിയാതെ തന്റെ സഹനങ്ങൾ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഏറ്റെടുത്തു. അങ്ങനെ പുണ്യപ്പെട്ട ഒരു ജീവിതമാണ് എന്ന് ദൈവം കാലാന്തരത്തിൽ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന് വചനം പറയുക. അതുകൊണ്ടാ ഒരു ദിവസം ഒരു സിസ്റ്ററിനെ അത് കേൾപ്പിച്ചത്. അതുകൊണ്ട് അത് പിന്നീട് ഡയറിയിലെല്ലാം വന്നു. പറഞ്ഞേ ഹല്ലേലൂയാ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യം ഇതാ. തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വർഗം നമ്മോട് പറയുന്നത്, പരിശുദ്ധ അമ്മയിലൂടെ പറയുന്നത്, നമ്മൾ പരിഹാരത്തിന്റെ, പ്രായശ്ചിത്തത്തിന്റെ, ജപമാല ചെല്ലുന്നതിന്റെ, വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതിന്റെ വഴികളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ സഞ്ചരിക്കണം. അപ്പോൾ മാത്രമാണ് ഈ കാലഘട്ടങ്ങളിൽ സഭയെ പടുത്തുയർത്താൻ നമുക്ക് പറ്റൂ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പറ്റൂ എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. 1 കോറിന്തോസ് 14 എടുത്തേ. 1 കോറിന്തോസ് 14:12. സോറി, 1 കോറിന്തോസ് 14:12. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ. അടുത്തത്, നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായിരിക്കുന്നത് കൊണ്ട് സഭയുടെ ഉത്കർഷത്തിന് വേണ്ടി യജ്ഞിക്കുവിൻ. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായി മാറിക്കൊണ്ട് ആത്മീയ കാര്യങ്ങൾക്ക് വില കൊടുക്കുമ്പോൾ, പരിഹാരത്തിന്റെ പ്രായശ്ചിത്തത്തിന്റെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആത്മീയ പുരോഗതി കൈവരിക്കും. അതിലൂടെ സഭ നവീകരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കുടുംബങ്ങൾ നവീകരിക്കപ്പെടും. കുടുംബങ്ങൾ നവീകരിക്കപ്പെടണമെങ്കിൽ ഈ കാലഘട്ടങ്ങളിലുള്ള വഴി എന്ന് പറയുന്നത് പരിഹാരത്തിന്റെ, പ്രായശ്ചിത്തത്തിന്റെ വഴികൾ തന്നെയാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 18 എടുത്തേ. ജ്ഞാനത്തിന്റെ പുസ്തകം 18. ജ്ഞാനത്തിന്റെ പുസ്തകം 18 20 മുതലുള്ള വചനങ്ങൾ. ജ്ഞാനത്തിന്റെ പുസ്തകം 18 20 മുതലുള്ള വചനങ്ങൾ. നീതിമാന്മാരും മൃത്യുസ്പർശം അനുഭവിച്ചു. മരുഭൂമിയിൽ വെച്ച് ജനത്തിന്റെ മേൽ മഹാമാരി പടർന്നു പിടിച്ചു. എന്നാൽ ക്രോധം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് നിഷ്കളങ്കനായ ഒരു ധീരനായകൻ അവിടെ രക്ഷയ്ക്കെത്തി. തന്റെ ശുശ്രൂഷയുടെ പരിചയായ പ്രാർത്ഥനയും പാപപരിഹാരത്തിന്റെ ധൂപാർച്ചനയും കയ്യിലെടുത്തു. അങ്ങയുടെ കോപം ശമിപ്പിക്കുകയും വിനാശത്തിന് അറുതി വരുത്തുകയും ചെയ്ത് താൻ അങ്ങയുടെ ദാസനെന്ന് തെളിയിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ നീതിമാന്മാര് പീഡ അനുഭവിച്ചു, കുടുംബങ്ങളിൽ ശിക്ഷകൾ അനുഭവിക്കുന്നു, തകർച്ചകൾ വരുന്നു, അതുപോലെ തന്നെ മരണങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ദൈവക്രോധങ്ങൾ അല്ലെങ്കിൽ ശാപങ്ങൾ കുടുംബങ്ങളിൽ കടന്നു വന്നപ്പോൾ ദൈവത്തിന് വചനം പറയാം, ഒരു ധീരനായകൻ അവിടെ രക്ഷയ്ക്കെത്തി. ഒരു ധീരനായകൻ രക്ഷയ്ക്കെത്തി. വന്ന ധീരനായകന്റെ ആയുധം എന്താണ് എന്ന് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രാർത്ഥന, അതുപോലെ തന്നെ പരിഹാരത്തിന്റെ ധൂപാർച്ചന. പ്രാർത്ഥനയും പരിഹാരവുമായി ഒരു ധീരനായകൻ രക്ഷയ്ക്കെത്തി എന്ന് പറയുകയാണ്. ഇപ്പൊ സ്നേഹമുള്ളവരെ, തകർച്ചകളും തിന്മകളും പെരുകുമ്പോൾ ഒരു ധീരനായകൻ, ഈ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ഒരു ധീരനായകരായി നമ്മൾ മാറിയാൽ പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയുമായ പരിചയ ജീവിതങ്ങളിൽ നമ്മൾ എടുക്കാൻ തുടങ്ങുമ്പോൾ ദൈവക്രോധം കുടുംബങ്ങളിൽ നിന്നും തലമുറകളിൽ നിന്നും വിട്ടുപോകുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. അടുത്ത വചനം വായിച്ചേ.
അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലല്ല, ആയുധശക്തിയാലല്ല, ഞങ്ങളുടെ പിതാക്കന്മാരുടെ നൽകിയ വാഗ്ദാനം ഉടമ്പടിയും അനുസരിച്ച് തന്റെ വചനത്താൽ ശിക്ഷകനെ അവൻ ശാന്തനാക്കി. അപ്പൊ ദൈവത്തിന് വചനം പറയാ, മീറ്റിംഗ് കൂടിയിട്ടല്ല തിന്മയെ ചെറുത്ത് തോൽപ്പിച്ചത്. ശത്രു പെരുകിയപ്പോൾ, കുടുംബങ്ങൾ തകർച്ചയിലൂടെ പോയപ്പോൾ മീറ്റിംഗ് കൂടിയിട്ടല്ല. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ അത് സഭയ്ക്കെതിരെ, കുടുംബക്കെതിരെ എവിടെ വന്നാലും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വലിയ മീറ്റിംഗ് കൂടി, വലിയ റാലി വെച്ചു. വേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ അത് ചെയ്യും. അതുകൊണ്ട് കഴിഞ്ഞു നമ്മുടെ പ്രൊട്ടസ്റ്റ്, അതുകൊണ്ട് കഴിഞ്ഞു നമ്മുടെ പ്രതിരോധം, അതുകൊണ്ട് കഴിഞ്ഞു. ദൈവത്തിന് വചനം പറയാ, ഇവിടെ തിന്മ പെരുകി, മഹാമാരി വന്നു, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു. നീതിമാന്മാർ സഹനത്തിന്റെ ബാധയിലൂടെ വന്നപ്പോൾ പ്രാർത്ഥനയോടെയും പരിഹാരത്തിന്റെയും പരിച കയ്യിലെടുത്തു. അങ്ങനെ ശിക്ഷകനെ ശാന്തനാക്കി, ദൈവക്രോധം ശമിപ്പിച്ചു. അല്ലാതെ ദൈവത്തിന് വചനം പറയുക, ക്രോധത്തെ ശമിപ്പിച്ചത് കായ്ബലം കൊണ്ട്, കൈബലം കൊണ്ടോ, പണം കൊണ്ടോ, ആയുധം കൊണ്ടോ, അധികാരം കൊണ്ടോ, ഇൻഫ്ലുവൻസ് കൊണ്ടോ ഒന്നുമല്ല തിന്മയെ ശാന്തമാക്കുന്നത്. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം. സഭയിലായും ശരി, കുടുംബങ്ങളിലായും ശരി, നമ്മുടെ ബുദ്ധി കൊണ്ടും രാഷ്ട്രീയക്കാരെ പിടിച്ചും. നമുക്കറിയാം, ഇന്ന് രാഷ്ട്രീയക്കാരെ കൊണ്ടൊരു കാര്യം നമുക്കില്ലെന്നറിയാം, അധികാരികളെ കൊണ്ടും ഇല്ലെന്നറിയാം. ഇപ്പോൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി. ശരിയാണോ? നമ്മെ രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടോ? നമ്മെ രക്ഷിക്കാൻ ഏതെങ്കിലും അധികാരികളുണ്ടോ? ഒരിടത്തും നമുക്ക് ബലമില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഒരിടത്തും നമുക്ക് രക്ഷയില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ വചനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കബായരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എത്രയോ തവണ നമ്മൾ ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. എത്രയോ തവണ, എത്രയോ സംഭവങ്ങളിൽ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. മക്കബായരുടെ 2-ാം പുസ്തകം 8:18 വചനം പറയുക, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളും ആശ്രയിക്കുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. വീണ്ടും നമുക്കറിയാം, 11-ാം അധ്യായം, 2 മക്കബായർ 11 അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ലീസിയാസ് കോട്ടകൾ ആക്രമിക്കുന്ന സാഹചര്യം വരുമ്പോൾ മക്കേബോയസിന്റെ നേതൃത്വത്തിൽ അവർ ചെയ്ത പരിപാടി എന്താണ്? അവർ വചനങ്ങനെ പഠിപ്പിക്കുക, 6 മുതൽ വചനങ്ങൾ. ലീസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കേബോയസിനും അനുയായികൾക്കും അറിവ് കിട്ടി. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമെന്ന് കണ്ണുനീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു. ആദ്യം ആയുധമെടുത്തത് മക്കേബോയസാണ്. സഹോദരന്മാരെ സഹായിക്കാൻ തന്നോട് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു വാഞ്ഞു. ജെറുസലേമിൽ അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വാരൂഢൻ സ്വർണ്ണ ആയുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുമ്പേ നീങ്ങുന്നത് അവർ കണ്ടു. സ്നേഹമുള്ളവരെ, ദൈവത്തെ വിളിച്ചു. അവർ വിലാപത്തോടും കണ്ണുനീരോടും കൂടി സഹായിക്കാൻ ആരുമില്ലാത്ത സാഹചര്യങ്ങളിൽ പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികൾ തെരഞ്ഞെടുത്തപ്പോൾ വചനം പറയുക, ഇവർ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഒരു അശ്വാരൂഢൻ, അശ്വാരൂഢൻ എന്ന് പറഞ്ഞ കുതിരപ്പുറത്ത് എല്ലാ സർവ്വസന്നാഹങ്ങളുമായി ഒരുവൻ രക്ഷിക്കാൻ ഇവരുടെ മുമ്പേ പോയി എന്നാ വചനം പറയുന്നത്. അടുത്ത വചനം വായിച്ചേ. അവർ കൃപാലുവായി ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. സ്നേഹമുള്ളവരെ, പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും ജപമാലയുടെയും വഴികളിലൂടെ, വിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്റെ സംരക്ഷണം, ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
10-ാമത്തെ വചനം വായിച്ചേ. കർത്താവിന്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായികനോടൊപ്പം യുദ്ധസന്നദ്ധരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെ പോലെ ചാടി വീണ് 11,000 കാലാൽപ്പടകളെയും 1,500 കുതിര പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്തു. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ദൂതന്റെ സംരക്ഷണം ദൈവം നൽകിയ ദൈവത്തിന്റെ ദൂതന്റെ സംരക്ഷണം നൽകും. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് പറയുമ്പോൾ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ നമ്മോട് പറയുന്ന വലിയ ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട യാഥാർത്ഥ്യം, പ്രതിസന്ധികൾ, തകർച്ചകൾ, ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ പരിഹാരത്തിന്റെ വഴികളിലൂടെ, പ്രായശ്ചിത്തത്തിന്റെ വഴികളിലൂടെ നമ്മൾ മുന്നേറണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ജ്ഞാനത്തിന്റെ പുസ്തകം 18-ന്റെ 22-ാമത്തെ വചനം. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല. അതുകൊണ്ട് അടുത്ത വചനം വീണ്ടും പറയുക, തന്റെ വചനത്തെ ശിക്ഷകനെ ശാന്തനാക്കി. 23-ാമത്തെ വചനം. മൃതദേഹങ്ങൾ ഒന്നിനുമേൽ കുന്നുകൂടിയപ്പോൾ അവൻ ഇടപെട്ട് ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രണം ചെയ്തിരുന്നു. 4 രത്നനിരകളിലും പിതാക്കന്മാരും മഹിമകളും കിരീടത്തിൽ അങ്ങയുടെ മഹത്വവും ആലേഖനം ചെയ്തിരുന്നു. വിനാശകൻ ഇത് കണ്ട് ഭയന്ന് പിൻവാങ്ങി ശിക്ഷയുടെ രുചി അറിഞ്ഞുകൊണ്ട് തന്നെ. ഏതിന്റെ രുചി അറിഞ്ഞ് വിനാശകൻ വിട്ടുപോയെന്നാ പറയുന്നത്? ഏത് കഴിഞ്ഞിട്ട്? ഏത് കണ്ടിട്ട്? ശിക്ഷയുടെ രുചി അറിഞ്ഞതുകൊണ്ട്. അത് ശിക്ഷയുടെ രുചി അറിഞ്ഞു. ശരിയാണ്. ഈ വചനം വായിച്ചേ, 23, 24 വായിച്ചേ. ക്രോധത്തെ ജീവിക്കുന്നവരിലേക്ക് കടക്കാതെ തടഞ്ഞു. അടുത്തതെന്താ? അവൻ അണിഞ്ഞിരുന്ന മേലങ്കിയിൽ ലോകത്തെ മുഴുവൻ ചിത്രം ചെയ്തിരുന്നു. എന്നിട്ട് പറയാ, വിനാശം ഇത് കണ്ട്. ഏത് കണ്ട്? ഈ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വസ്ത്രം കണ്ടുകൊണ്ട് വിനാശകൻ വിട്ടുപോയി എന്ന് ദൈവത്തിന് വചനം പറയുക. അപ്പൊ സ്നേഹമുള്ളവരെ, അതൊരു തിരിശേഷിപ്പായി മാറിയെന്ന് അതിന്റെ അർത്ഥം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വസ്ത്രത്തിൽ പോലും ദൈവത്തിന്റെ ശക്തി കടന്നു വരുന്നു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ നടപടി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ നമ്മൾ ഇത് കണ്ടുമുട്ടുന്നുണ്ടല്ലോ. അപ്പസ്തോല പ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ദൈവത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന, ദൈവം നൽകുന്ന വഴികളിലൂടെ, പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും വഴികളിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അവരുടെ ജീവിതത്തെയും അവരുടെ വസ്ത്രത്തെയും അവരുടെ നിഴലിനെ പോലെയും അനുഗ്രഹമാക്കി മാറ്റുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 5-ാമത്തെ അധ്യായത്തിൽ 12 മുതൽ വചനം വായിച്ചേ. അപ്പസ്തോല പ്രവർത്തനം 5-12 മുതൽ വചനങ്ങൾ. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. സ്നേഹമുള്ളവരെ, പൗലോസ് അപ്പസ്തോലൻ പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും എല്ലാം ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ പൗലോസിന്റെ നിഴലടിക്കാൻ വേണ്ടി രോഗികളെ കൊണ്ടുവരികയാണ്. വചനം പറയുന്ന ഇങ്ങനെയാണ്, വചനം പറയുകയാണ്, അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ അടിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിൽ ചുറ്റും വന്നിരുന്നു. രോഗശാന്തി അവർക്ക് ലഭിച്ചു. അപ്പൊ പത്രോസിന്റെ നിഴൽ, പത്രോസിൽ നിന്നും
അഭിഷേകമൊഴുകി, പത്രോസിൽ നിന്നും ദൈവശക്തി ഒഴുകി. കാരണം പത്രോസിന്റെ ജീവിതം ദൈവത്തിന്റെ വഴികളിലൂടെ, പ്രാർത്ഥനയുടെ പരിഹാരത്തിന്റെ ജീവിത വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ പത്രോസിന്റെ നിഴലിൽ വരെ ദൈവത്തിന്റെ അഭിഷേകവും ശക്തിയും ഒഴുകിയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതവും അവൻ ഉപയോഗിച്ച വസ്ത്രങ്ങളും വസ്തുക്കളും വരെ അനുഗ്രഹമായി മാറും. അടുത്ത വചനം അപ്പോസ്തല പ്രവർത്തനം 19-ാമത്തെ അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങൾ. അപ്പോസ്തല പ്രവർത്തനം 19-11 മുതൽ വചനങ്ങൾ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളെ അടുത്തു കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാ, പത്രോസിന്റെ ശരീരത്തിന് സ്പർശമേറ്റ അംഗവസ്ത്രങ്ങൾ, കൈത്തുവാലകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു തുവാലയാ. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മോൻ തൂത്തോണ്ടിരിക്കുന്ന. അപ്പൊ പൗലോസ് തന്റെ വേർപ്പ് മാറ്റിയതും തന്റെ മൂക്ക് ചീറ്റിയതും എല്ലാമായ കൈ കൊണ്ടുവരുന്ന അംഗവസ്ത്രങ്ങൾ അത് രോഗിയുടെ മേൽ വെക്കുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് കാരണം എന്താ? പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ ആരെല്ലാം സഞ്ചരിച്ചോ അവരുടെ ജീവിതത്തിൽ അവരുപയോഗിച്ച വസ്തുക്കളിലൂടെ, അവരുടെ ശരീരത്തിലൂടെ, അവരുടെ അനുഗ്രഹങ്ങളിലൂടെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് പരിഹാരത്തിന്റെ വഴികൾ അനുഗ്രഹത്തിന്റെ വഴിയാണ്. അൽഫോൻസാമ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അൽഫോൻസാമ കിടന്ന പായ് പിന്നെ ആർക്കും ആവശ്യമില്ലല്ലോ, അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, അത് പോയി വീണത് ഒരു മാനസിക രോഗിയുടെ ശിരസിൽ പോയി വീണു, അവന് സൗഖ്യം കിട്ടിയെന്ന് പറയുകയാണ്. ഫ്രാൻസിസ് അസീസി പരിഹാരത്തിന്റെ മനുഷ്യനായിരുന്നു. പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ സഞ്ചരിച്ച് ലോക പാപങ്ങളെ ഓർത്തുകൊണ്ട് കണ്ണുനീരൊഴുക്കി കരഞ്ഞപ്പോൾ, കണ്ണിന് മാറാ രോഗം വന്നപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഇനി കരഞ്ഞു പോയേക്കരുത്, കണ്ണുനീരൊഴുക്കരുത്. ദൈവസ്നേഹത്തിന്റെ അഗ്നി നിറഞ്ഞപ്പോൾ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് കണ്ണുനീരൊഴുക്കി വിലപിച്ച് കരഞ്ഞപ്പോൾ, പരിഹാരം ചെയ്തപ്പോൾ ഡോക്ടർമാര് പറഞ്ഞു, ഇനി കണ്ണുനീരൊഴുക്കരുത്. സംഭവിച്ചെന്താ? ചികിത്സിക്കാൻ വന്ന ഡോക്ടർ, വലിയൊരു ഡോക്ടർ ഫ്രീ ആയിട്ട് ഈ ഫ്രാൻസിസ് അസീസിയെ ചികിത്സിക്കാൻ വന്നു. ഈ ഡോക്ടർ പിന്നീട് ഒത്തിരി പൈസ മുടക്കി വലിയൊരു വീട് പണിതു എന്നാ പറയുന്നത്. ചരിത്രം പറയുന്നത് ഇങ്ങനെയോ, വലിയ വീട് പണിതു. പക്ഷെ അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം അതിന്റെ ഭിത്തികൾ മുഴുവനും വിണ്ട് കീറിപ്പോയി. നല്ല കാശ് മുടക്കി ഈ ഫ്രാൻസിസ് അസീസിയെ ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന ഡോക്ടർ വലിയൊരു വീട് പണിതു. അത് ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അത് വിണ്ട് കീറിപ്പോയി, വാസയോഗ്യമല്ലാതെ അപകടം നിറഞ്ഞതായി മാറിയപ്പോൾ ഈ ഡോക്ടർ ഫ്രാൻസിസ് അസീസിയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ വരിക. അസീസിയുടെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ വീടിങ്ങനെ വിണ്ടുകീറിയ അവസ്ഥയായി, ഉപയോഗിക്കാൻ പറ്റാത്ത ഗതികേടിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് എന്റെ ഒരു അഭ്യർത്ഥനയുണ്ട്, ഫ്രാൻസിസ് അസീസ് ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വസ്ത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം എനിക്ക് തന്നുവിടണമെന്ന് പറയാം. അപ്പൊ ശിഷ്യന്മാര് ഈ ഫ്രാൻസിസ് അസീസിയുടെ തലയിൽ നിന്നും പൊഴിഞ്ഞു വീണ ഒരു തലമുടി എടുത്തു കൊടുത്തു. ചരിത്രം പറയാ, ഒരു തലമുടി എടുത്തു കൊടുത്തു. ഈ തലമുടിയുമായി ഈ ഡോക്ടർ വീട്ടിൽ ചെന്ന് അപകട അവസ്ഥയിൽ നിൽക്കുന്ന വാസയോഗ്യമല്ലാത്ത വീടിന്റെ വിണ്ടുകീറിയ ഈ വിടവിൽ കയറ്റി വെച്ചു. വൈകുന്നേരം കൊണ്ടുപോയി വെച്ചു. ഡോക്ടർ താമസിക്കുന്ന സ്ഥലത്ത് പോയി. പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ വിണ്ടുകീറി അപകടാവസ്ഥയിലായിരുന്ന ഈ വീടിന്റെ ഭിത്തി കൂടിച്ചേർന്ന് ഈ തലമുടിയെല്ലാം കൂടി അതിൻ്റെ അകത്ത് കയറി വന്ന് അങ്ങനെ അത് ബലമുള്ളതായി മാറി എന്ന് ചരിത്രം പറയുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പരിഹാരത്തിന് ശക്തിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്, ജപമാലയ്ക്ക് ശക്തിയുണ്ട്, പരിത്യാഗത്തിന് ശക്തിയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിലൂടെ ദൈവം തന്റെ കൃപാവരങ്ങൾ ഒഴുക്കും. അതുകൊണ്ടാണല്ലോ ഒരിക്കൽ വലിയൊരു സമ്പന്നനായ മനുഷ്യന്റെ കന്നുകാലി കൂട്ടങ്ങൾ മുഴുവൻ കുളമ്പ് രോഗം വന്ന്
വീണ് ചത്തോണ്ടിരിക്കുമ്പോൾ വലിയ ഒരു സമ്പത്തിന്റെ ഉടമയായ മനുഷ്യൻ ഫ്രാൻസിസ് അസീസിയെ കാണാമെന്നാ പറയുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഫ്രാൻസിസ് അസീസി കുളിക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം കുറച്ച് ശേഖരിച്ചു തരാൻ പറയുക. കുറച്ച് വെള്ളം ബക്കറ്റിൽ ശേഖരിച്ചു കൊടുത്തു. ഫ്രാൻസിസ് അറിയാതെ കൊടുത്തു. ഈ സമ്പന്നനായ മനുഷ്യൻ ഈ വെള്ളം കൊണ്ടുപോയി മരിക്കാറായി കിടക്കുന്ന, വീണ് കിടക്കുന്ന മൃതപ്രായമായ കന്നുകാലി കൂട്ടങ്ങളുമേൽ അത് തളിച്ചപ്പോൾ മൃതപ്രായമായ കന്നുകാലി കൂട്ടങ്ങൾ ചാടി എഴുന്നേറ്റു എന്ന് ചരിത്രം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ നശിച്ചു നിസ്സംഗരായിട്ട് നമ്മൾ പോകരുത്. ഈ കാലഘട്ടത്തിൽ തിന്മ, നിസ്സംഗത വലിയ തിന്മയാ. നിസ്സംഗത വലിയ തിന്മയാ. നിശബ്ദത വലിയ തിന്മയാ. തിന്മ പെരുകുമ്പോൾ നമ്മൾ ശബ്ദിക്കാതെ ഇരിക്കരുത്, നമ്മളൊന്നും മിണ്ടാതെ ഇരിക്കരുത്. നമ്മൾ തിന്മ പെരുകുന്ന കാലഘട്ടങ്ങളിൽ, നമ്മൾ അധർമ്മം വർദ്ധിക്കുമ്പോൾ, തിന്മ പെരുകുമ്പോൾ നമ്മൾ മൗനം പാലിക്കരുത്. മൗനം പാലിക്കാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരെ ഒരുമിച്ച് കൂട്ടി നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ അരൂപിയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ, ജപമാലകൾ ചൊല്ലി വരുമ്പോൾ, ഇനിയും നമ്മുടെ കുടുംബത്തിനും ഇനിയും നമ്മുടെ സമൂഹത്തിനും ഒരു ശക്തമായ ഉയർത്തെഴുന്നേൽപ്പ് തരാൻ ദൈവത്തിന് പറ്റുമെന്ന് സ്വർഗം വെളിപ്പെടുത്തി തരിക പരിശുദ്ധ അമ്മയിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ടാണ് മരിയ വാൾത്തോർത്ത ഒരു സംഭവം ഈശോ വെളിപ്പെടുത്തി കൊടുത്തിയത്. ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈശോ കഫർനാമിലെ ഒരു വീട്ടിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. 2 നിലയുള്ള വീടാ, തട്ടുംപുറത്ത് 2ാം നിലയിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൽ കണ്ട ഒരു തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് വരുന്നത് കാണുന്നില്ലേ? തളർവാദ രോഗിയെ ചുമന്നുകൊണ്ട് ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ മരിയ വാർത്താർത്ഥയിലൂടെ വെളിപ്പെടുത്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ. അങ്ങനെ ചുമന്നുകൊണ്ട് വരുന്നത് കാണുമ്പോൾ പരിശുദ്ധ അമ്മ എന്ത് ചെയ്തെന്നറിയാവോ? അമ്മ പറഞ്ഞു, മുകളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ. തട്ടുമ്പുറത്ത് ഈശോ വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറ്റിക്കൊണ്ട് വിട്ടോളാം, കയറി പൊക്കോളാൻ പറഞ്ഞു. പരിശുദ്ധ അമ്മ പറഞ്ഞ് മുകളിലേക്ക് കയറി പൊക്കോളാൻ പറഞ്ഞു. മേരി കയറി പൊക്കോളാൻ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ മുകളിലേക്ക് വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശോ ഈ തളർവാദ രോഗിയെ മുകളിലേക്ക് ചുമന്ന് കയറ്റിക്കൊണ്ടിരുന്ന് കാണുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈശോ നോക്കി. ഈശോ ഒന്നും പറഞ്ഞില്ല, അവൻ സുഖപ്പെട്ടു. ഈശോ നോക്കി, സൗഖ്യം കിട്ടി. ഈശോ നോക്കി, സൗഖ്യം കിട്ടി. അപ്പോൾ മാതാവ് ഈശോയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ഒന്നും പറഞ്ഞില്ലല്ലോ സുഖപ്പെടാൻ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാ സുഖപ്പെട്ടത്? നീ ഒന്ന് നോക്കിയതല്ലേ ഉള്ളൂ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ, സുഖമാകട്ടെ എന്നൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ സൗഖ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ മരിയ വാൾത്തോർത്തിയിലൂടെ ഈശോ വെളിപ്പെടുത്തി കൊടുക്കുക. ആ വെളിപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെയാണ്: എന്റെ അമ്മ ഒരു കുട്ടിയെ എന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടാൽ എനിക്ക് പറയേണ്ട ആവശ്യമില്ല, ഒരു നോട്ടം മതി എന്നാണ്. എന്റെ ഒരു നോട്ടം മതി അനുഗ്രഹിക്കപ്പെടാൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വ്യഗ്രത നിറഞ്ഞ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ, പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ജീവിതമായി മാറും എന്ന്, ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് മരിയ വാൾത്തോർത്തിയിലൂടെ ഈശോ വെളിപ്പെടുത്തി തരികയാ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുലിഖിതം. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുലിഖിതം.
വ്യഗ്രതയിലും ദുഃഖത്തിലും അവൾ എനിക്ക് സതുപദേശവും പ്രോത്സാഹനവും തരുമെന്നറിഞ്ഞ് ഞാൻ അവളെ എന്റെ സന്തത സഹചാരിണിയാക്കി. ഇപ്പൊ ദൈവത്തിന്റെ വചനം പറയാം, ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുക, സതുപദേശം തരും, പ്രോത്സാഹനം തരുമെന്നറിഞ്ഞ് ഞാൻ ജ്ഞാനത്തെ, പരിശുദ്ധ അമ്മയെ എന്റെ ജീവിതത്തിന്റെ സന്തത സഹചാരിണിയാക്കി മാറ്റി. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ സന്തത സഹചാരിണിയായി പരിശുദ്ധ മറിയം മാറുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറും. ഇപ്പൊ പരിശുദ്ധ മറിയം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയും വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന്റെ സന്തത സഹചാരിണിയായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകർച്ചകൾ, പാപങ്ങൾ, അശുദ്ധികൾ, കുടുംബത്തിൻ്റെതായ ബന്ധനങ്ങൾ ഇതെല്ലാം എടുത്തു മാറ്റാൻ ഈശോ നമ്മെ സഹായിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 2:11 വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 2:11. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ടാരാധിക്കുകയും ചെയ്തു. അപ്പൊ പരിശുദ്ധ മറിയത്തെ ആരാധിക്കാൻ പോയ പൂജ്യരാജാക്കന്മാർ, ആട്ടിടയന്മാർ, അവർ കണ്ടത് പരിശുദ്ധ മറിയത്തോടൊപ്പമുള്ള യേശുവിനെയാണ്. അവനെ മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിച്ചപ്പോൾ അവരുടെ ജീവിതങ്ങളിൽ ദൈവത്തിന്റെ കൃപ കിട്ടി എന്ന് നമുക്കറിയാം. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ 2 തരത്തിലുള്ള വരപ്രസാദങ്ങൾ കിട്ടും. 2 തരത്തിലുള്ള വരപ്രസാദങ്ങൾ. ഒന്ന്, നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള അനുഗ്രഹം കിട്ടും. പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള കൃപ കിട്ടും നമ്മുടെ ജീവിതത്തിൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞത് ഓർക്കുകയാണ്, ബാംഗ്ലൂരാണ്. ഈ ഉദ്യോഗസ്ഥ ഒരു ദിവസം പോരാൻ നേരത്ത്, ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോകണം. അതിന് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മേലധികാരി അടുത്ത് ചെന്നപ്പോൾ മേലധികാരി പെട്ടെന്ന്, വേറെ ആരുമില്ല മുറിയിൽ, പെട്ടെന്ന് ഓടി വന്ന് വാതിൽ അടച്ചു. ഇവളെ കടന്നു പിടിക്കാനായിട്ട് വന്നു. പെട്ടെന്ന് ഇവൾ പോക്കറ്റിൽ നിന്ന് കൊന്തയെടുത്തു, അമ്മേ എന്നൊരു വിളി വിളിച്ചു. ഈ മനുഷ്യൻ ഒരു ഷോക്ക് അടിച്ചെന്നാ പറഞ്ഞു. ഷോക്ക് അടിച്ച പോലെ തെറിച്ചു. ഈ സ്ത്രീ ഒന്നും ചെയ്തില്ല. അമ്മേ എന്ന് പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കൊന്തയെടുത്തു, കടന്നു പിടിക്കാൻ വരുന്നു. അപ്പോൾ ഷോക്ക് അടിച്ച് തെറിച്ചു വീഴുന്ന പോലെ ഈ മനുഷ്യൻ അവിടുന്ന് ഒരു ബോൾ തെറിച്ചു പോകുന്ന പോലെ തെറിച്ചങ്ങോട്ട് പോയി വീണു. ഈ സഹോദരി വാതിൽ തുറന്ന് ഇറങ്ങി ഓടി എന്ന് ഈ സഹോദരി പറയുകയാണ്. ഇപ്പൊ പരിശുദ്ധ അമ്മ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാപത്തെയും പാപ സാഹചര്യങ്ങളെയും എല്ലാം അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 19-ാമത്തെ അധ്യായം 23-24 വചനങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 19:23-24 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: പടയാളികൾ യേശുവിനെ ക്രൂശിച്ചതിന് ശേഷം അവന്റെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ചു. ഓരോ പടയാളിയും ഓരോ ഭാഗമെടുത്തു. അവന്റെ അങ്കിയും അവർ എടുത്തു. അതാകട്ടെ തുന്നലില്ലാതെ മുകൾ മുതൽ അടിവരെ നെയ്തുണ്ടാക്കിയതായിരുന്നു. അവർ പരസ്പരം പറഞ്ഞു, നമുക്കത് കീറണ്ട, അത് ആരുടേതായിരിക്കണമെന്ന് കുറിയിട്ട് തീരുമാനിക്കാം. അപ്പോ സ്നേഹമുള്ളവരെ, പരിശുദ്ധ യേശുവിന്റെ പരിശുദ്ധ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആ അങ്കി അത് കീറാൻ സമ്മതിച്ചില്ല. പടയാളികൾ യാദൃശ്ചികമാണ് എങ്കിലും ഈ അങ്കി കീറാൻ അവർ തീരുമാനിച്ചില്ല. അവരെന്ത് ചെയ്തു? അത് നറുക്കിട്ടെടുക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ ഉണ്ടാക്കി കൊടുത്ത ആ വസ്ത്രം കീറാൻ പോലും സമ്മതിച്ചില്ലെങ്കിൽ ദൈവം നൽകുന്ന കൃപാവരങ്ങൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതങ്ങളിൽ
പ്രത്യേകമായിട്ടുള്ള കീറിപ്പോകാത്ത ഒരു വരപ്രസാദത്തിന്റെ വസ്ത്രം നമ്മുടെ ജീവിതങ്ങളിൽ നൽകും എന്ന് പറഞ്ഞാൽ സ്വയം നഷ്ടപ്പെടുത്തി കളയാത്തതും മറ്റുള്ളവർക്ക് കീറി നശിപ്പിക്കാൻ പറ്റാത്തതുമായ ദൈവിക വരപ്രസാദത്തിന്റെ ഒരു വസ്ത്രം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കും എന്ന് പറഞ്ഞാൽ സ്വയം നഷ്ടപ്പെടുത്തി കളയാത്തതും മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുത്തി കളയാത്തതുമായ നശിപ്പിക്കാൻ പറ്റാത്തതുമായ കൃപാവരത്തിന്റെ ഒരു അനശ്വരമായ വസ്ത്രം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ തരും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 116:16. സങ്കീർത്തനം 116:16 വായിച്ചു നോക്കിക്കേ. കർത്താവേ, ഞാൻ അങ്ങയുടെ ദാസനാണ്, അവിടുത്തെ ദാസനും അവിടുത്തെ ദാസിയുടെ പുത്രനുമാണ്. അവിടുന്ന് എന്റെ ബന്ധനങ്ങൾ തകർത്തു. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ബന്ധനങ്ങൾ വരുമ്പോൾ, അശുദ്ധികൾ വരുമ്പോൾ പരിശുദ്ധ അമ്മ വചനം പറയുകയാണ്, അവിടുന്ന് ദൈവം നമ്മുടെ ബന്ധനങ്ങൾ തകർത്തു. അങ്ങയുടെ പുത്രൻ, അങ്ങയുടെ ദാസിയുടെ പുത്രൻ പരിശുദ്ധമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ, പരിശുദ്ധമ്മയുടെ പുത്രനായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ ബന്ധനങ്ങൾ, പാപത്തിലേക്കും അശുദ്ധിയിലേക്കുമുള്ള നമ്മുടെ എല്ലാ തഴക്ക ദോഷങ്ങളും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തെ പാപകരമായ ജീവിതത്തിലേക്ക് നയിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രങ്ങൾ, പ്രസാദവരത്തിന്റെ ശക്തി വസ്ത്രം പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിക്കും. അതാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം. പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് തിടുക്കത്തിൽ പ്രത്യുത്തരിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവിനോട് തിടുക്കത്തിൽ, വളരെ വേഗത്തിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും, പ്രത്യുത്തരിക്കാൻ പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ജീവിതത്തിലുണ്ട്. ദൈവവചനം ലൂക്കാസ് വിശേഷം 1-ാമത്തെ അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. ലൂക്കാസ് വിശേഷം 1:39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ. വചനം പഠിപ്പിക്കുകയാണ്, ആ ദിവസങ്ങളിൽ തിടുക്കത്തിൽ മറിയം യൂദയായിലുള്ള മലമ്പ്രദേശത്തേക്ക് പോയി. ഏത് ദിവസം? മംഗലവാർത്ത ശ്രവിച്ച ആ ദിവസം തിടുക്കത്തിൽ യൂലിയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് പോയി ഇളയമ്മയെ കണ്ടു, അഭിവാദനം ചെയ്തു. ദൈവത്തിന് വചനം പറയാ, ഇളയമ്മയെ കണ്ട് അഭിവാദനം ചെയ്തപ്പോൾ ഇളയമ്മയിൽ എന്ത് സംഭവിച്ചു എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ലൂക്കാസ് വിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ അധ്യായം 41-44 വചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അഭിവാദ്യം ഉണ്ടായപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അവിടെ പറയുക. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. 44-ാമത്തെ വചനം, ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. ഇപ്പൊ സ്നേഹം കൊണ്ടേ ദൈവത്തിന് വചനം പറയുക, പരിശുദ്ധ മറിയത്തെ ആദരിക്കുമ്പോൾ, പരിശുദ്ധ മറിയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അമ്മയുടെ സഹായം തേടുമ്പോൾ പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ കടന്നു വരും. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ജപമാലകൾ ചെല്ലുന്നോ, എത്രമാത്രം പരിശുദ്ധമയോടുള്ള സ്നേഹത്തിൽ നിന്ന് വിമല ഹൃദയ പ്രതീക്ഷ നടത്തുന്നുവോ, നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുവോ, പരിശുദ്ധാത്മാവിന്റെ കൃപയോട് ചേർന്ന് നിൽക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കും. അതുകൊണ്ടാണ് വിശുദ്ധ മോൺഫോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഏതൊരാത്മാവിലും പരിശുദ്ധ മറിയത്തോട് ആദരവ് കാണിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് കണ്ടാൽ വളരെ വേഗത്തിൽ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ പറന്നെത്തും. കാരണം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയാണ് പരിശുദ്ധ മറിയം. ഡി മോൺഫോർട്ട് പറയുന്ന കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് വളരെ വേഗത്തിൽ ഒരു വ്യക്തിയിൽ കടന്നു വരാൻ എളുപ്പ വഴി എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം മണവാട്ടിയെ ആര് ആദരിക്കുന്നുവോ, മണവാളനായ
പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യമുള്ളൂ. തിന്മ പെരുകുമ്പോൾ നമ്മൾ ഇൻഡിഫറൻസ്, നമ്മൾ നിശബ്ദത പാലിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ നിരാശരാകരുത്. അതുപോലെ തന്നെ നിസ്സംഗത നമ്മുടെ ജീവിതങ്ങളിൽ പാടില്ല. മറിച്ച് പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും പ്രായശ്ചിത്തത്തിന്റെയുമായ വഴികളിലൂടെ നമ്മൾ കടന്നു വന്ന് നമ്മൾ തിന്മയെ പ്രതിരോധിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ദൈവവചനം വെളിപ്പെടുത്തി തന്നത്, ഈശോ പറഞ്ഞത് വീണ്ടും പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന് നമ്മൾ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രതിഷ്ഠിക്കണം. വിമല ഹൃദയം നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കണം. വിമല ഹൃദയ പ്രതിഷ്ഠ 33 ദിവസം പ്രാർത്ഥനകൾ ചൊല്ലി വിമല ഹൃദയ പ്രതിഷ്ഠയുണ്ട്. അതിനുള്ള പ്രാർത്ഥന പുസ്തകങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും മാതാവിന്റെ പെരുന്നാളിന് ഒരുക്കമായി 33 ദിവസം നമ്മെ തന്നെ ഒരുക്കി നമ്മൾ പ്രതിഷ്ഠിച്ചാൽ, വിമല ഹൃദയത്തിന്റെ അംഗങ്ങളായി നമ്മൾ മാറുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും പ്രതിരോധിക്കും, എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷണം തരും. ഫൗസ്റ്റീന ഡയറിയിൽ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫൗസ്റ്റീന ഡയറിയിൽ 1418 1420 കണ്ണികയിൽ ഫൗസ്റ്റീന പ്രത്യേകമായിട്ടും പരിശുദ്ധ അമ്മയോടുള്ള ആ വ്യക്തിപരമായ ബന്ധം ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി 1000 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അമലോത്ഭവ തിരുനാളിന്, പ്രത്യേകിച്ചും ഡിസംബർ 8 അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായി 1000 നന്മ നിറഞ്ഞു മറിയമേ എന്ന പ്രാർത്ഥന 9 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു. 9 ദിവസം 1000 നന്മ നിറഞ്ഞു മറിയമയെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ 9000 നന്മ നിറഞ്ഞു മറിയമയെ ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അമലോത്ഭവ തിരുനാളിൽ പരിശുദ്ധ മറിയം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് 3 കൃപ കൊടുത്തു. 1 എളിമ, 2 വിശുദ്ധി, 3 സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള കൃപ കൊടുത്തു. എളിമ, വിശുദ്ധി, ജീവിതത്തിലെ സഹനങ്ങൾ. ഈ 1000 നന്മ നിറഞ്ഞു മറിയമേ ഫൗസ്റ്റീന ചെല്ലിയതിനെ കുറിച്ച് പറഞ്ഞത്, ഫൗസ്റ്റീന മഠത്തിൽ എല്ലാ ജോലികളും കഴിഞ്ഞ്, മഠത്തിന്റെ ഉല്ലാസങ്ങൾ കഴിഞ്ഞ്, മഠത്തിൽ ചെയ്യേണ്ട ഡ്യൂട്ടികൾ കഴിഞ്ഞ്, അടുക്കള ജോലിയും പാർലർ ജോലികളും അതുപോലെ മഠത്തിന്റെ ഉല്ലാസങ്ങളും മറ്റെല്ലാ പൊതു പ്രാർത്ഥനകൾ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ 1000 നന്മ നിറഞ്ഞു ചൊല്ലി പരിശുദ്ധ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. നമുക്കൊരു ദിവസം എത്ര നന്മ നിറഞ്ഞു പറയുമേ അങ്ങനെയെങ്കിൽ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. എത്രയോ സമയം നമ്മൾ മൊബൈലിന് അഡിക്റ്റാ. ഇന്റർനെറ്റും വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററും അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളിലാ എത്ര മണിക്കൂർ നമ്മളെ പോകുന്നുണ്ട്. അതൊന്ന് കുറച്ചേ, എന്നിട്ടൊരു 1000 നന്മ നിറഞ്ഞു വരുമേ ഡെയിലി ചൊല്ലി പ്രാർത്ഥിച്ച് കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങും. കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം കിട്ടും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ ക്രമപ്പെടുത്തുമ്പോൾ പ്രാർത്ഥനയുടെ പരിഹാരത്തിന്റെ വഴിയിലൂടെ, ജപമാലയുടെ വഴികളിലൂടെ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ മുൻപോട്ട് നയിക്കുമ്പോൾ വീണ്ടും നമ്മുടെ കുടുംബങ്ങൾ ഉണർന്ന് എഴുന്നേൽക്കും. അതിന് പരിശുദ്ധ അമ്മയെ നമുക്ക് കൂട്ടുപിടിക്കാം. എനിക്ക് പറഞ്ഞ സമയമെല്ലാം അതിക്രമിച്ചു. എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞു മറിയമേ സുസ്തി, അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റമ്മേ, ഭാവിയിലായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ഈശോയുടെ സകലവിധ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സുവാസവും നാം എല്ലാവരിലും നമ്മുടെ കുടുംബങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.